ഞാൻ ഇന്ന് തുടങ്ങുന്നത് ഏതാണ്ട് 141 സ്ലൈഡുകളുള്ള 142 കാണും ഒരു ദീർഘമായ ഭാഗത്തൂടെയാണ്. മുഴുവൻ ഇന്ന് തീരത്തില്ല, ചില ഭാഗങ്ങൾ മാത്രം എടുക്കും. കഴിവുള്ളിടത്തോളം ഞാൻ പണ്ട് കൊടുത്തിരുന്ന ചിത്രങ്ങൾ തന്നെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. വേറെ ചിത്രങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ആ പഴയത് തന്നെ ഇട്ടാൽ എളുപ്പം പണ്ട് പഠിച്ചത് ഓർമ്മയിൽ വരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്താലാണ് ഭൂമി സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ആദ്യമായി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു. സകലതും അവൻ മുഖാന്തരമുളവായി. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. സകലതും അവൻ മുഖേന ഉളവായതൊന്നും അവനെ കൂടാതെ അല്ല. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പ്രപഞ്ചത്തിലുള്ള സകലതും ഉളവായത് ദൈവത്തിൻ്റെ വചനത്താലാണ് എന്ന് വ്യക്തമാക്കുന്നു വേദപുസ്തകത്തിൻ്റെ ആധികാരികത. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉളവായി എന്നും തുടർന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ഉളവായത് ദൈവത്തിൻ്റെ വചനത്താലാണ് എന്നവിടെ വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ ആ വാക്യങ്ങൾ ഞാൻ ഇംഗ്ലീഷിൽ കൂടെ ഇട്ടുവെന്ന് മാത്രം. ഇംഗ്ലീഷ് എല്ലായിടത്തും ഞാൻ എടുക്കുന്നില്ല, കഴിവുള്ളിടത്തോളം മലയാളത്തിലായിരിക്കും പോകുന്നത്. The universe was created by the word of God. നമ്മളതിനെ ബിഗ് ബാങ് തിയറി എന്നൊക്കെ വിളിക്കും. പക്ഷേ യൂണിവേഴ്സ് വാസ് ക്രിയേറ്റഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. ബിഗ് ബാങ് ഈസ് എ വേർഡ്. ശാസ്ത്രം മനസ്സിലാകുന്നവർക്ക് വേണ്ടി ഞാൻ ആ ഒരു വാക്ക് ഉച്ചരിച്ചു എന്ന് മാത്രം. സംതിങ് റോങ്. ഓക്കെ. മിഷിയ കാക്കു എന്ന ശാസ്ത്രജ്ഞനാണ് ഏറ്റവും കൂടുതൽ ഈ ആശയങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ തിയറിറ്റിക്കൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ഇന്ന് പ്രവർത്തിക്കുന്ന, വാനലോക ശാസ്ത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇന്ന് പ്രയോജനപ്പെടുന്ന, ആധികാരികമായി സ്ട്രിംഗ് തിയറി പുറത്തു കൊണ്ടുവരുവാൻ ലോകത്തെ സഹായിച്ച അപൂർവ ശാസ്ത്രജ്ഞന്മാരിൽ ഒരുത്തനും, ശാസ്ത്രജ്ഞന്മാരിൽ ഇന്ന് ജീവനോടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരിൽ അത്യുന്നതനുമാണ് മിഷിയ കാക്കു. അദ്ദേഹം ഒരുപാട് ആശയങ്ങൾ ഇങ്ങനെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അവനെ എൻ്റെ ഇത് വർക്ക് ചെയ്യുന്നില്ല. സൃഷ്ടിയെക്കുറിച്ച് തിരുവചനം പറയുന്നത് ആദിയിൽ ദൈവവചനം പുറപ്പെട്ടു. ആദിയിൽ പുറപ്പെട്ട വചനം ആദ്യത്തെ 3 ലക്ഷം വർഷങ്ങൾ കേവലം വെളിച്ചമായി മാത്രമായിരുന്നു. സൃഷ്ടിയുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോഴും വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ആദ്യത്തെ സ്റ്റെപ്പ് അതാ. 3 ലക്ഷം വർഷങ്ങൾ വെളിച്ചം മാത്രം ചിതറിക്കൊണ്ടിരുന്നു. അതിനെ റേഡിയേഷൻ ഇറ എന്ന് ശാസ്ത്രം വിളിച്ചു. തുടർന്ന് ആദ്യത്തെ നക്ഷത്രവ്യൂഹം, രണ്ടാമത്തെ നക്ഷത്രവ്യൂഹം, ഗാലക്സികൾ, ഇങ്ങനെ പലതും ഉണ്ടായി. ദിസ് ഈസ് ഡിഫിക്കൽട്ട്. അങ്ങനെ പലതും ഉണ്ടായി. കൊലോസ്യ ലേഖനത്തിൽ വരുമ്പോൾ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചതെന്നും എന്തെല്ലാമാണ് സൃഷ്ടിച്ചത് എന്നും പറയുന്നു. ദൃശ്യമായതും അദൃശ്യമായതും ആകാശ സൃഷ്ടിയിൽ ഉണ്ടായിരുന്നു. ആകാശം ഇന്ന് കാണുന്ന ഭൂമിക്ക് മുകളിലുള്ള സകലതും ചേർത്താൽ ആകാശമെന്ന് വിളിക്കാം. അതിനകത്ത് 2 കൂട്ടം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ദൃശ്യമായതായിരുന്നു, വേറൊന്ന് അദൃശ്യമായതായിരുന്നു. ദൃശ്യമായത് എന്ന് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ, ഗോളങ്ങൾ, ഗ്രഹങ്ങൾ, ഇവയെ മുഴുവനും ചിത്രീകരിക്കുന്നതാണ്. ഉളവായി വരട്ടെ എന്ന ദൈവത്തിൻ്റെ പ്രസ്താവനയിൽ നിന്ന് അത് ഉളവായി. അദൃശ്യമെന്ന് പറയുന്നത് ആ നക്ഷത്രങ്ങളിൽ വസിക്കുന്ന ദൂതന്മാരെക്കുറിച്ചാണ്. ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ച് നക്ഷത്രങ്ങളിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. നക്ഷത്രങ്ങളിൽ ദൂതന്മാർ വസിക്കുന്നു. അതിൽ വസിക്കുന്ന ദൂതന്മാരെ കുറിച്ചാണ് അദൃശ്യമെന്ന് പറയുന്നത്. അതിനകത്ത് ഡൊമിനിയൻസ്, പ്രിൻസിപ്പാലിറ്റീസ് മുതലായ പലതുമുണ്ട്. സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ എന്നിങ്ങനെ പലതും ദൂത സമൂഹത്തിൻ്റെ ഇടയിലുണ്ട്. വലിപ്പത്തിൽ വ്യത്യാസമുള്ളവരും പ്രവൃത്തിയിൽ വ്യത്യസ്തരും ശക്തിയിൽ വിഭിന്നരുമായ ഒരു കൂട്ടം ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചു. ഇല്ല, കോടാനു കോടി സമൂഹം ദൂതന്മാരെ അവൻ സൃഷ്ടിച്ചു. അവൻ സൃഷ്ടിക്കുകയും അവൻ്റെ മഹത്വത്തിനായി അവയെ നിയമിക്കുകയും ചെയ്തു. ദൈവം എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിനാണ്. മറക്കരുത്, എൻ്റെ കൈകൊണ്ട് ഒരു രോഗശാന്തി നടന്നെങ്കിൽ, നിങ്ങളിൽ ഒരാളുടെ വാക്കുകൊണ്ട് ഒരു രോഗശാന്തി നടന്നെങ്കിൽ അത് നമ്മുടെ മഹത്വത്തിനല്ല, പകരം ദൈവത്തിൻ്റെ മഹത്വത്തിനാണ്. ദൈവത്തിൻ്റെ ഒരു യുണിക് പ്രത്യേകത, താൻ എന്തെങ്കിലും ചെയ്താൽ അത് ദൈവത്തിൻ്റെ മഹത്വത്തിനാണ്, വേറൊന്നിനും വേണ്ടി താൻ ചെയ്യുകയില്ല.
എന്നെ തൃപ്തിപ്പെടുത്താൻ ദൈവം ഒന്നും ചെയ്യത്തില്ല, നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ ദൈവം ഒന്നും ചെയ്യത്തില്ല. ദൈവം എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിരിക്കും. ദൈവം നമ്മെ വീണ്ടും വീണ്ടും ഉപയോഗിക്കും, പക്ഷേ ദൈവനാമ മഹത്വത്തിനായിരിക്കണം. അത് നാം ഓർത്തിരിക്കേണ്ടതാണ്. സൃഷ്ടിയെക്കുറിച്ച് ഒന്ന് ചെറുകെ എടുക്കാൻ പോകുകയാണ്. സൃഷ്ടിയുടെ സംവിധാന ക്രമത്തെക്കുറിച്ച് എടുക്കാൻ പോകുകയാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും ചെറുതായി കാണുന്നത് ആറ്റമാണ്. ഇന്ന് ആറ്റത്തെക്കുറിച്ച് പറയുന്നത് ആറ്റം ഇറ്റ്സെൽഫ് ഈസ് ആൻ ഓഷ്യൻ. ഒരു മഹാസമുദ്രം പോലെ കിടക്കുകയാണ് ആറ്റം. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആറ്റത്തിൻ്റെ സംവിധാന ക്രമമാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ നടുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിൻ്റെ വട്ടത്തിലായി ഒരുപാട് ആറ്റമുകൾ, അതിനകത്തുള്ള ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അറേഞ്ച്മെൻറ്റ് സിസ്റ്റം ദൈവം പ്രപഞ്ചത്തിന് മുഴുവനും ഇതേ അറേഞ്ച്മെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തത്. ഇവിടെ ഒരു ചായപ്പാർട്ടി ഉണ്ട്, അതിനകത്ത് ഇന്ന ഘടകങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ ടേബിളിലും അതേ ഘടകങ്ങൾ, അതിനപ്പുറത്തെ ടേബിളിലും അതേ ഘടകങ്ങൾ. ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് ഒരുപോലെയാണെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരാളാണ്. ഒരേ സംവിധാനക്രമം പ്രപഞ്ചത്തിൽ മുഴുവനും നടക്കുന്നത് കാണാം. സംതിങ് റിയലി റോങ്. ഇത് നമ്മുടെ സൂര്യഗ്രഹത്തിലേക്ക് കയറുന്നതാണ്. അടുത്ത പടത്തിൽ സൂര്യഗ്രഹത്തിൻ്റെ ചലനം കാണാം. മുമ്പേ നിങ്ങൾ ആറ്റത്തിൽ കണ്ട അതേ ചലനക്രമം തന്നെ സൂര്യഗ്രഹത്തിലും കാണുവാൻ കഴിയും. നമുക്ക് വേറൊരു നക്ഷത്രത്തെ എടുക്കാം. സ്പിൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഒന്ന് ഇടത്തോട്ട് കറങ്ങുമ്പോൾ വേറൊന്ന് വലത്തോട്ടായിരിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടെങ്കിലും ഇതേ സിസ്റ്റം തന്നെ കണികകളിൽ ചെറുതായ, കണ്ണുകൊണ്ട് കാണാൻ ഒക്കാത്ത, ഏറ്റവും ചെറുതിൽ ചെറുതായ ആറ്റം വിച്ച് കനോട്ട് ബി കട്ട് ഫർദർ എന്ന് വിളിക്കുന്ന ആറ്റത്തിൽ കാണുന്ന അതേ സംവിധാനക്രമം സൗരയൂഥത്തിൽ കാണാം, സൂര്യഗ്രഹത്തിൽ കാണാം, ഇതര നക്ഷത്രമണ്ഡലങ്ങളിലും കാണാം. ഒരു നക്ഷത്രത്തെ ചുറ്റി ഗോളങ്ങൾ കറങ്ങുന്നതും ആ ഗ്രഹങ്ങളെ ചുറ്റി ഉപഗ്രഹങ്ങൾ കറങ്ങുന്നതും മറ്റും നമുക്ക് കാണാം. അടുത്ത നക്ഷത്രം അതിനപ്പുറത്ത് മിന്നുന്നത് കാണാം. ഒരേ സംവിധാനക്രമം. ഇത് കാണിക്കുന്നത് ഒരേ ദൈവമാണ് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത്. അങ്ങനെയൊന്നുമല്ല തന്നെ ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടായതെല്ലാം ഒരുപോലെ ഇരിക്കത്തില്ല. ഇതെല്ലാം ഒരുപോലെ ഇരിക്കുവാനുള്ള കാരണം ഇടത്തോട്ടും വലത്തോട്ടും സ്പിന്നിന് വ്യത്യാസം കണ്ടേക്കാം. ഉണ്ട്, അതും ദൈവം സൃഷ്ടിച്ചതാ. ദൈവത്തിൻ്റെ സകല സൃഷ്ടിയിലും അതിൻ്റെ വൈവിധ്യങ്ങളുണ്ട്, വ്യത്യസ്തതകൾ ദൈവം സൃഷ്ടിച്ചു. എൻ്റെ ഒരു കൈക്ക് 5 വിരൽ തന്നെങ്കിൽ 5 വിരലിൻ്റെയും വലിപ്പം വ്യത്യസ്തമാണ്. ഇതിനകത്തിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ മുഖച്ഛായ അന്യോന്യം വ്യത്യസ്തമാണ്. 3/4 സ്ക്വയർ അടി മാത്രം ആവറേജ് 3/4 സ്ക്വയർ അടി വലിപ്പമുള്ള ഒരു മുഖത്ത് ലക്ഷോപലക്ഷം ആളുകളെ തമ്മിൽ തിരിച്ചറിയത്തക്കവണ്ണം ദൈവം അവരുടെ മുഖത്തിന് വ്യത്യാസം വരുത്തി. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ സകലതും വൈവിധ്യമുള്ളതാണ്. എന്നാൽ ഒരേ കാണുന്ന ഓരോ പൊട്ടും ഒരു നക്ഷത്രമല്ല, ഒരു നക്ഷത്ര മണ്ഡലമാണ്. നാം അധിവസിക്കുന്ന, സൂര്യൻ അധിവസിക്കുന്ന ഈ നക്ഷത്രമണ്ഡലത്തെ മിൽക്കി വേ എന്ന് വിളിക്കും. മിൽക്കി വേയിലുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം 30,000 കോടി മുതൽ 40,000 കോടി വരെ നക്ഷത്രങ്ങളാണ് നമ്മുടെ മിൽക്കി വേയിലുള്ളത്. ഇതുപോലെയുള്ള ഒരു നക്ഷത്ര മണ്ഡലത്തെയാണ് ആ കാണുന്ന ഒരു പൊട്ട് സൂചിപ്പിക്കുന്നത്. നിറത്തിൻ്റെ വ്യത്യാസം കൊണ്ട് ആദ്യമേ ഉണ്ടായ നക്ഷത്രമണ്ഡലം ഏതാണെന്നും ഒടുവിലുണ്ടായ നക്ഷത്രമണ്ഡലം ഏതാണെന്നും അസസ് ചെയ്യുവാൻ ശാസ്ത്രജ്ഞന്മാർക്ക് കഴിയും. ഇത് നക്ഷത്രമണ്ഡലങ്ങളാണ്. ഇവിടം വരെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തൊട്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം തൊടാഞ്ഞ് വന്നാണ് ഇത് ഡിക്കാണുന്നത്. ശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ നിഗമനത്തിൽ എസ്റ്റിമേറ്റഡ് ടു ബി ദ മൾട്ടിവേഴ്സ് അവൈലബിൾ. സ്വർഗത്തിൻ്റെ കീഴിൽ, അത് എൻ്റെ പദമാണ് സ്വർഗത്തിൻ്റെ കീഴിലെന്നത്, ഒരു യൂണിവേഴ്സ് അല്ല, ഒരുപാട് യൂണിവേഴ്സുകൾ ഇന്ന് ഈ പ്രപഞ്ചത്തിലുണ്ടെന്നും അതിനെ മൾട്ടിവേഴ്സ് എന്ന് ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നുവെന്നും സ്കൂളിൽ പോകുന്നവർക്കറിയാം, കോളേജിൽ പഠിക്കുന്നവർക്കറിയാം. എൻ്റെ വ്യക്തിപരമായ ആശയത്തിൽ സ്വർഗത്തെക്കുറിച്ച് പറയുന്നത് അത് നീളവും വീതിയും തുല്യമായ ഒരു പ്രത്യേക ഭാഗമാണ്. നീളവും വീതിയും ഉയരവും തുല്യമായ, ഞാൻ 3 ഡയമെൻഷണൽ പിക്ചർ അല്ല തന്നിരിക്കുന്നത്, ഒരു സ്ക്വയറാണ് തന്നിരിക്കുന്നത്. അതിന് ഉയരവും കൂടെ ഉണ്ട് എന്ന് സങ്കല്പിക്കൂ. നീളവും വീതിയും ഉയരവും ഒരുപോലെയുള്ള ഏതോ ഒരു ഭാഗത്തെ ചുറ്റിയാണ് ഈ യൂണിവേഴ്സുകൾ മുഴുവനും കറങ്ങുന്നത്, മൾട്ടിവേഴ്സ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ പ്രത്യേകത, ഓരോ നക്ഷത്രത്തെയും പേര് ചൊല്ലി വിളിക്കുന്നവനാണവൻ. എൻ്റെ തലയിലെ രോമങ്ങളിൽ ഓരോന്നിനും നമ്പർ ചെയ്ത്
കോടാനുകോടി ജനങ്ങൾ, മനുഷ്യർ വസിക്കുന്ന ഈ ഭൂമിയിൽ ഓരോ മനുഷ്യൻ്റെ തലയിലുള്ള ഓരോ രോമങ്ങൾക്ക് നമ്പരിട്ട് വിളിക്കുന്നവനായ നിത്യനായ ദൈവം നക്ഷത്രങ്ങളെ പേരിട്ട് വിളിക്കുന്നവനാണ്. ആ നക്ഷത്രങ്ങളെ പേരിട്ട് വിളിക്കുന്ന ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ചുറ്റുമായി സകല യൂണിവേഴ്സും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആറ്റത്തിൽ കാണുന്ന അതേ സംവിധാനക്രമം സകല സൃഷ്ടിയിലും കാണുവാനായി കഴിയും. ഇനിയും രണ്ടാം സെക്ഷനിലേക്ക് പ്രവേശിക്കട്ടെ. യൂണിവേഴ്സ് സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? എന്തിനു വേണ്ടിയാണ് ദൈവം യൂണിവേഴ്സ് സൃഷ്ടിച്ചത്? യെശയ്യാവിൻ്റെ പുസ്തകം 45-ാം അധ്യായപ്രകാരം പല വാക്യങ്ങൾ അതിനകത്തുണ്ട്, അതുകൊണ്ടാണ് ഞാനൊരു വാക്യമായി എടുത്തു പറയാഞ്ഞത്. യെശയ്യാവിൻ്റെ പുസ്തകം 45-ാമത്തെ അധ്യായപ്രകാരം പാഴായിട്ടല്ല, പാർപ്പിനായിട്ടാണ് അവൻ ആകാശത്തെ സൃഷ്ടിച്ചത്. പാഴായിട്ടല്ല, പാർപ്പിനായിട്ടാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്. ഇതിനെ ഒക്കെയും പാർപ്പിന് വേണ്ടി സൃഷ്ടിച്ചു. ഫോർ ദ പ്ലഷർ ഓഫ് ഗോഡ്, സൃഷ്ടാവിൻ്റെ ക്രിയേറ്റർ, സൃഷ്ടാവിൻ്റെ തൃപ്തിക്കും സന്തോഷത്തിനും മഹത്വത്തിനും വേണ്ടിയാണ് സകലതിനെയും സൃഷ്ടിച്ചത്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. തൻ്റെ സ്വന്തം മഹത്വത്തിനു വേണ്ടി സകലതും സൃഷ്ടിച്ചവനായ ദൈവം താൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യനാണ്, താൻ മാത്രം സ്തുതികൾക്ക് യോഗ്യനാണ്. വേറെ ആരും ആരാധനയ്ക്ക് യോഗ്യനായില്ല. ദൈവമേ, ദേവന്മാരിൽ അങ്ങയോട് തുല്യനാര്? സൃഷ്ടിയുടെ മഹത്വത്തിലേക്ക് പ്രവേശിച്ചവൻ ആര്? സൃഷ്ടിക്കുവാൻ കഴിയുന്നവൻ ആര്? സകലതും സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ യജമാനനായ ദൈവം. ഇനിയും ആരംഭത്തിങ്കിലേക്ക് മടങ്ങി വരാം. ലൂസിഫർ എന്ന ഒരു പ്രധാന ദൂതൻ ദൈവത്തിനുണ്ടായിരുന്നു. എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ദയവായി വായിക്കാമോ? എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ അതിന് കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, തൊട്ടുപോകുവാനായി താല്പര്യപ്പെടുന്നു. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. ലൂസിഫറിനെ കുറിച്ച് പറയുന്ന പ്രസ്താവനയാണെന്ന് തൽക്കാലം ഞാൻ പറയട്ടെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. ലൂസിഫറിനെ സകല രത്നങ്ങൾ കൊണ്ടും മൂടിയിരുന്നു. ഞാനിതിൻ്റെ കൗണ്ടർ ആർഗ്യുമെൻ്റ് പറയട്ടെ. സോർ രാജാവെന്നും ബാബേൽ രാജാവെന്നും രണ്ട് പേരുകൾ കൊടുത്തുകൊണ്ട് ഇതേ പ്രവചന വാചകങ്ങൾ ആവർത്തിക്കുന്നതായി കാണാം. ലൂസിഫർ എന്ന പേരല്ല ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോർ രാജാവെന്നും സോർ പ്രഭു എന്നും രണ്ടു പേരുണ്ട്. ബാബേൽ പ്രഭു, ബാബേലിൻ്റെ രാജാവ് എന്ന് മൂന്നാമതൊരു പ്രസ്താവനയുണ്ട്. പ്രഭുവും രാജാവും രണ്ടും രണ്ടാ. സ്വർഗത്തിൽ അല്ലെങ്കിൽ മേഘമണ്ഡലത്തിൽ നക്ഷത്രമണ്ഡലങ്ങളിൽ വസിക്കുന്ന ഒരു ശക്തിയും ആ ശക്തിക്ക് അധീനനായി ഭൂമിയിൽ പ്രവർത്തിക്കുന്ന വേറൊരു വ്യക്തിയും, രണ്ട് വ്യക്തിത്വങ്ങളെ എടുത്താൽ, ഒന്നുകൂടെ പറയാം, ആകാശമണ്ഡലങ്ങളിൽ വസിക്കുന്ന ഒരു വീണുപോയ ദൂതനും അവൻ്റെ ഇൻഫ്ലുവൻസിൽ അവൻ്റെ നിയമനപ്രകാരം ഭരിക്കുന്ന ഭൂമിയിലുള്ള ഒരു മനുഷ്യനും. അത് മനസ്സിലാക്കാൻ വേണ്ടി, ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ കൈകൊണ്ട് രോഗശാന്തി നടക്കുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ദൈവമാണത് നിയന്ത്രിക്കുന്നത്. ആ ദൈവത്തിൻ്റെ കൈക്കീഴിൽ പ്രയോജനപ്പെടുന്ന ഒരു മനുഷ്യൻ. ഞാൻ ഈ പോസിറ്റീവ് എക്സാമ്പിൾസ് പറയാൻ താല്പര്യം, ബെഥേലൈറ്റ്സ് എന്നെ ശ്രദ്ധിക്കുന്നവർ മുഴുവൻ പേരും രോഗശാന്തി ചെയ്യണം എന്നെനിക്ക് താല്പര്യമുണ്ട്. ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതമോ ഒരു അടയാളമോ ചെയ്യുവാൻ ദൈവം ഒരാളിനെ ശക്തീകരിക്കുന്നെങ്കിൽ മീതെ ഇരിക്കുന്ന ദൈവമാണ് ചെയ്യുന്നത്. പക്ഷേ താഴെയിരിക്കുന്ന വ്യക്തി ആളിൻ്റെ ഇൻഫ്ലുവൻസിലാണ്. ഇതേ പദമാണ് ബൈബിളിൽ ചിത്രീകരിക്കുന്നത്, പ്രഭുവും രാജാവും എന്ന ചിന്തയിൽ. നീ ബാബേൽ പ്രഭുവിനെ കുറിച്ച് പാടേണ്ടത് നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. ഏദൻ എന്ന വാക്കിൻ്റെ അർത്ഥം പൂന്തോട്ടം എന്ന. പൂന്തോട്ടം ആദാമിൻ്റെ പൂന്തോട്ടമല്ല, നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു, അഥവാ നീ സ്വർഗത്തിലായിരുന്നു. ആദമിനെ വെറും മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചത്, പക്ഷെ ലൂസിഫറിനെ സൃഷ്ടിച്ചത് സകലവിധ രത്നങ്ങൾ കൊണ്ടുമാണ്. ഇന്നും അവന് രത്നങ്ങളോട് ഭയങ്കര താല്പര്യമാണ്, അതുപോലെയുള്ള കാഴ്ച വസ്തുക്കളോട് ഭയങ്കര താല്പര്യമാണ്. ആദമിനെ സൃഷ്ടിച്ചത് വെറും മണ്ണുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അവനെ ഉണ്ടാക്കിയത് മണ്ണുകൊണ്ടാണ്. എന്നാൽ ലൂസിഫറിനെ രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരുന്നു, സകലവിധ രത്നങ്ങൾ കൊണ്ട് നിന്നെ നിർമ്മിച്ചിരുന്നു. ഈ ലൂസിഫർ ആരാധന ലീഡറായി, വർഷിപ്പ് ലീഡറായി സ്വർഗത്തിൽ പാർത്തിരുന്നു. ഇവിടെ ഞാൻ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ, ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ എടുത്തു പ്രാർത്ഥിക്കുന്നത് കൊയറിന് വേണ്ടിയാണ്. നിങ്ങൾ ചിലർക്കതറിയാം, എല്ലാവർക്കും അറിയത്തില്ല. കൊയറിന് വേണ്ടിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. കാരണം ലോകത്തിൽ എവിടെയെങ്കിലും ആത്മീകമായി ഉയർന്ന ഒരു സഭ കണ്ടിട്ടുണ്ടോ, അവിടെ മുഴുവനും കൊയറിനകത്താണ് മെയിൻ പ്രോബ്ലം തുടങ്ങുന്നത്. ഒരു മോക്ക്
കൂടെ നിന്ന മോനെ അങ്ങ് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കൂടി ഇരുന്ന സഭയ്ക്കകത്ത് ഒരു പെങ്കൊച്ചിനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് താല്പര്യം ആർക്കണ്ടൊക്കെ തോന്നി, ഇല്ലെങ്കിൽ ഒരു മോനെ കണ്ടപ്പോൾ താല്പര്യം തോന്നി, ലവ് അഫെയർ ആയി, പിന്നെ അങ്ങോട്ട് വേണ്ടാധീനമായി, അശുദ്ധാത്മാവ് സഭയ്ക്കകത്ത് കടന്നു. ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് വർഷിപ്പ് ടീമാണ്. ഇവിടെ അത് ഇല്ലാത്തത് അതുപോലെ പ്രാർത്ഥിക്കുന്നവരുള്ളത് കൊണ്ടാണ്. ഇല്ലെന്ന് ഞാൻ റൂൾ ഔട്ട് ചെയ്യല്ല, പ്രബലമാകാത്തത് അതുപോലെ പ്രാർത്ഥിക്കുന്നവരുള്ളത് കൊണ്ടാണ്. സ്വർഗത്തിലെ പ്രശ്നം തുടങ്ങിയത് ലൂസിഫറിലാണ്. അവൻ കൊയർ ലീഡറായിരുന്നു. അവൻ്റെ കൂടെ ഒരു വർഷിപ്പ് ടീം ഉണ്ടായിരുന്നു. അവരാണ് 24 മണിക്കൂറും നിത്യനായ ദൈവത്തെ, 24 മണിക്കൂർ എന്നുള്ളത് നമ്മുടെ ഭാഷാശൈലിയാണ്, സ്വർഗത്തിൻ്റെ ഭാഷാശൈലി അതൊന്നുമല്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തെ നിരന്തരം പാടി ആരാധിക്കുന്നത് ഈ ദൂതന്മാരായിരുന്നു. ഈ വർഷിപ്പ് ടീമിനകത്താണ് ആദ്യത്തെ പ്രശ്നം തുടങ്ങുന്നത്. ലൂസിഫറിനോട് തൻ്റെ കീഴിലുള്ള ദൂതന്മാർ പറഞ്ഞു കാണും, നിൻ്റെ സൗന്ദര്യം ഭയങ്കരം, നിൻ്റെ സൗന്ദര്യത്തിൻ്റെ വർധനവ് നിന്നെ നശിപ്പിച്ചു, അല്ലെങ്കിൽ നിന്നെ അഹങ്കാരത്തിലേക്ക് നടത്തിയെന്നാണ് ലൂസിഫറിനെ കുറിച്ച് പറയുന്നത്. 2, നിൻ്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം. ഇതൊരു ദൂതന്മാർ മുഴുവനും പറഞ്ഞ് നിൻ്റെ പാട്ട് ഭയങ്കര മനോഹരമായിരിക്കുന്നു. ഇവർ പറഞ്ഞ് ലൂസിഫറിനെ അങ്ങ് പൊക്കി, ലൂസിഫറിനെ അങ്ങ് ഉയർത്തി. ലൂസിഫർ അങ്ങ് കിളന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് തോന്നി, എൻ്റെ സൗന്ദര്യം തീരെ മോശമല്ല, ഏറെക്കുറെ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന സൗന്ദര്യമായി എനിക്ക്. കാര്യം സൃഷ്ടിയുടെ ആരംഭമായി ദൈവം ലൂസിഫറിനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മണിമകുടമായി ലൂസിഫർ ഇരുന്നു. സകല കഴിവുകളും സൗന്ദര്യവും അവനിൽ തികഞ്ഞിരുന്നു. അവനും അഹങ്കരിച്ചു. നിൻ്റെ സൗന്ദര്യം നിമിത്തവും നിൻ്റെ വ്യാപാരത്തിൻ്റെ വർധനവ് നിമിത്തവും നിൻ്റെ ഹൃദയം നിന്നിൽ അഹങ്കരിച്ചു. ഒരു ദിവസം അവൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ദൈവത്തിന് തുല്യനാകും, ഇതര ദൂതന്മാർ എന്നെയും ആരാധിക്കണം. ഞാൻ മോശമൊന്നുമല്ല, ഇതര ദൂതന്മാർ എന്നെയും ആരാധിക്കണം. ഏതാണ്ട് 9.2 ബില്യൺ വർഷങ്ങൾ, 9.2 ബില്യൺ വർഷങ്ങൾ ഇവൻ ദൈവത്തോടുകൂടെ സ്വർഗത്തിലായിരുന്നുവെന്ന് ഏറെക്കുറെ ശാസ്ത്രീയ കണക്കനുസരിച്ച് തെളിയിക്കാം. ഇത് കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞതാണ്, അല്ലെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇതെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ്. ശാസ്ത്രത്തിൻ്റെ നിഗമനമനുസരിച്ച് നമ്മുടെ ആകാശത്തിന് 13.7 ബില്യൺ വർഷത്തിൻ്റെ പഴക്കമുണ്ട്. അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ തികച്ചും വ്യത്യസ്തരാണ്. അവർ പറയുന്നത് 14.2 ബില്യൺ വർഷം പഴക്കമുണ്ട് നമ്മുടെ പ്രപഞ്ചത്തിന്. ഭൂമിക്കാണെങ്കിൽ 4.45 ബില്യൺ വർഷമേ ഉള്ളൂ. 4.5 എന്ന് പറയാം, ബില്യൺ വർഷം പഴക്കമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒരു 9.2 ബില്യൺ വർഷങ്ങൾ കടന്നുപോയി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ എന്ന പ്രയോഗം ഒരു കാലഘട്ടത്തെ ചിത്രീകരിക്കുന്നതാണ് എന്ന് പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ആകാശവും ഭൂമിയും, ഇടയ്ക്കൊരു വന്നു. ഒന്നാമത്തെ ആൻഡ് എന്ന ഇംഗ്ലീഷ് പദം, അതിൻ്റെ കാലദൈർഘ്യം 9.2 ബില്യൺ വർഷങ്ങളായിരുന്നു. 1000 മില്യനെയാണ് ഒരു ബില്യൺ എന്ന് വിളിക്കുന്നത്. 10 ലക്ഷത്തെയാണ് ഒരു മില്യൺ എന്ന് പറയുന്നത്. 10 ലക്ഷം ഒരു മില്യനും 1000 മില്യൺ ഒരു ബില്യനുമാണ്. 13.9.2 ബില്യൺ വർഷങ്ങൾ അവൻ സ്വർഗത്തിൽ പാർത്തു. ഇതിനിടയ്ക്ക് അദ്ദേഹം അഹങ്കരിച്ചു. അഹങ്കാരവും പ്രശ്നവും ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല. ലൂസിഫർ അഹങ്കരിച്ചതിനെ തുടർന്ന് അവൻ പറഞ്ഞു, പൈശാചികമായ ഒരു സാമ്രാജ്യം സൃഷ്ടിക്കണം, ഞാനും ദൈവത്തിന് തുല്യനാകണം. അന്ന് ദൈവത്തിൻ്റെ വാദം സകല പ്രപഞ്ചവും എൻ്റേതാണ്. അതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ദ യൂണിവേഴ്സ് ബിലോങ് ടു ഗോഡ്. ടുഡേ ഇന്നത്തെ ലാംഗ്വേജിൽ ദ മൾട്ടിവേഴ്സസ് ബിലോങ്സ് ടു ഗോഡ്. പ്രപഞ്ചങ്ങൾ മുഴുവനും ദൈവത്തിൻ്റെ വകയാണ്, താനാണ് സൃഷ്ടാവ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യപ്രകാരം എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്, തനിക്ക് വേണ്ടിയും തൻ്റെ മഹത്വത്തിനു വേണ്ടിയുമാണ് ദൈവം സകലതും സൃഷ്ടിച്ചത്. ആരാധനയ്ക്ക് യോഗ്യനും താനാണ്. അങ്ങനെ ദൈവം ഇരിക്കുമ്പോൾ സകല നക്ഷത്രങ്ങൾക്കും സകല സിംഹാസനങ്ങൾക്കും സകല ശക്തികൾക്കും മീതെ താൻ ദൈവമായിരിക്കുമ്പോൾ സാത്താൻ വാദിച്ചു, നോ, ഞാനും ദൈവമായിരിക്കും, ഞാൻ ദൈവത്തോട് സമനാകും. യെശയ്യാവിൻ്റെ പുസ്തകം 14:12 ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം അത്യുന്നതൻ്റെ സിംഹാസനത്തിൻ്റെ മീതെ വയ്ക്കും, ഞാൻ ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൻ്റെ മേൽ ഇരുന്നരുളും. അതാണ് സ്വർഗത്തെക്കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. സകല യൂണിവേഴ്സുകളുടെയും മുകളിലായി ക്യൂബിക്കൽ ഷേപ്പിലുള്ള ഒരു ഭാഗമുണ്ടെന്നും ആ ഭാഗത്ത് ഞാനിവിടെ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു 10-12 വർഷങ്ങൾക്ക് മുൻപേ വൈറ്റ് സിറ്റി എന്ന ഒരു പുതിയ നിഗമനത്തെക്കുറിച്ച് ഞാനിവിടെ പരസ്യമായി പറഞ്ഞു. അന്നത്തെ ഇൻ്റർനെറ്റുകളിലെല്ലാം ആ വൈറ്റ് സിറ്റിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മുടെ സകല പ്രപഞ്ചങ്ങളും ഉത്തരദിക്കിനെ ലക്ഷ്യമാക്കി
അതിഭയങ്കര വേഗതയിൽ എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ മുകളിൽ വടക്കോട്ട് യാത്ര ചെയ്യുന്നുണ്ട് എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു. എവറി ജൈജാൻറ്റിക് ലെൻസസ് വെർ ഫോക്കസ് ടുവേഴ്സ് നോർത്ത്. ട്രൂ നോർത്തിലേക്ക് എല്ലാ വലിയ ലെൻസുകളും ഫോക്കസ് ചെയ്തു. കാരണം ഈ പ്രപഞ്ചത്തെ വടക്കോട്ട് വലിക്കുന്ന ശക്തി എന്നാണെന്നറിയാൻ. പ്രപഞ്ചത്തിൻ്റെ വലിപ്പം ഏറെക്കുറെ മനസ്സിലായല്ലോ. ഒരു പ്രപഞ്ചത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലായി. നമ്മുടെ ഒരു നക്ഷത്രമണ്ഡലത്തിലുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം 30,000 കോടിക്കും 40,000 കോടിക്കും ഇടയിലാണ്. സൂര്യൻ എന്ന കുട്ടി നക്ഷത്രത്തിൻ്റെ വലിപ്പം ഭൂമിയുടെ 13 ലക്ഷം ഇരട്ടിയാണ്. ഇങ്ങനെയുള്ള നക്ഷത്ര മണ്ഡലങ്ങൾ ലക്ഷോപിലക്ഷം ഒരുമിച്ച് ചേർന്നതാണ് യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സുകളെ മുഴുവനും വടക്കോട്ട് ആകർഷിക്കുന്ന ഏതാണ്ടൊരു വൻ ശക്തിയുണ്ട് എന്ന് ശാസ്ത്രത്തിന് നൂറ്റാണ്ടുകളായി അറിയാം. ആ വൻ ശക്തി എന്തെന്നറിയേണ്ടതിന് ശാസ്ത്രം വളർന്നതിനെ തുടർന്ന് എല്ലാ വലിയ ലെൻസുകളും വടക്കൻ നെബുളയെ ഫോക്കസ് ചെയ്തിരുന്നു. അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള ഒരു എയർ ഒബ്സർവേറ്ററി പോയി കാണാൻ കർത്താവ് എനിക്കും കൃപ തന്നു. ആ എയർ ഒബ്സർവേറ്ററിയുടെ ഒറ്റ പർപ്പസ് വടക്കൻ നെബുളയിൽ നിന്ന് ഭൂമിയെ ആകർഷിക്കുന്ന, പ്രപഞ്ചത്തെ ആകർഷിക്കുന്ന ശക്തി എന്ത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഒരിക്കൽ അവരുടെ എക്യുപ്മെൻസിൽ ഒരു ചിത്രം പതിഞ്ഞു. ആ ചിത്രത്തിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്ന് ഒരു മതം വേറൊരു മതത്തിൻ്റെ മുകളിൽ കയറരുതെന്നുള്ള ആശയം കൊണ്ട് ആ സൈറ്റുകൾ പോലും എടുത്തു മാറ്റി. ഞാൻ അവിടോട്ട് പിന്നെ പോകാം. ആ സൈറ്റുകൾ പോലും എടുത്തു മാറ്റി. അന്ന് ആരെങ്കിലും ഡൗൺലോഡ് ചെയ്തിരുന്നെങ്കിൽ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും വൈറ്റ് സിറ്റി. നീളവും വീതിയും ഉയരവും തുല്യമായ ഒരു വസ്തു വടക്കൻ നെബുളയുടെ അറ്റത്ത് കണ്ടു. അതിനെ ചുറ്റിയാണ് സകലതും കറങ്ങുന്നത്. അതിനെയാണ് ഉത്തരദിക്കിൻ്റെ അതിർത്തി എന്ന് വിളിക്കുന്നത്. അതാണ് സ്വർഗം. ലൂസിഫറിൻ്റെ വാദം, ഞാൻ സ്വർഗത്തിൽ ഭരണത്തിന് വേണ്ടി കയറും, ഞാനായിരിക്കും ഭരിക്കുന്നത്. ദൈവവും ലൂസിഫറും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായതിനെ തുടർന്ന് ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിടുകയും 9.2 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം, അതായത് നമ്മുടെ സൂര്യനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ച് 9.2 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ചെയ്തു. ഇന്നും യേശുവിൻ്റെ അടുക്കൽ ലൂസിഫർ വരുമ്പോൾ ഈ ഭൂമി എൻ്റേതാണ് എന്ന് വാദിക്കുന്ന ഒരു രംഗം കാണാം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ ആ കാര്യമുണ്ട്. സാത്താനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി യേശുവിനെ പിതാവ് വിട്ടുകൊടുക്കുന്ന സാഹചര്യത്തിൽ സാത്താൻ ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനത്ത് യേശുവിനെ നിർത്തി ഈ ഭൂമി മുഴുവനും അതിൻ്റെ സകല മഹത്വവും കാണിച്ചേച്ച് പറഞ്ഞു, ഇത് എങ്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു, എൻ്റെ വകയാണ്. ലൂസിഫർ, നീ പറഞ്ഞത് അതുപോലെ സത്യമാണ്. ഇന്നേക്ക് 4.5 ബില്യൺ വർഷങ്ങൾക്ക് പുറകിൽ നിനക്ക് വേണ്ടിയാണ് ഭൂമി സൃഷ്ടിച്ചത്. കാര്യം നിന്നെ സ്വർഗത്തിൽ കൊള്ളുകയില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് മാറ്റിക്കളയേണ്ടതിന് വേണ്ടി നിന്നെ സൃഷ്ടിക്കുകയും നിനക്ക് വേണ്ടി ഭൂമിയെ സൃഷ്ടിക്കുകയും ദൈവം അന്ന് അതിന് അടിസ്ഥാനമിടുകയും ചെയ്തതാണ്. ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിടുമ്പോൾ ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുന്നമേ 2 പ്രധാന പ്രിക്കോഷനുകൾ ദൈവം എടുത്തിരുന്നു. ശ്രദ്ധിക്കണം. ഇതുവരെ ഞാൻ വന്നത് ശാസ്ത്രവും സയൻസും എല്ലാം കൂടെ ഇങ്ങനെ ഇടകലർത്തിയാണ്. എന്നാൽ തിരുവചനത്തിൽ നിന്ന് മാത്രമായി ഞാൻ ഇതൊന്ന് എടുത്തോട്ടെ. 2 പ്രിക്കോഷനുകൾ ദൈവം എടുത്തു. ഒന്ന്, ലോകസ്ഥാപനത്തിന് മുന്നമേ, പ്രപഞ്ച സ്ഥാപനത്തിനല്ല, ഭൂമിയുടെ സ്ഥാപനത്തിന്, ലോകസ്ഥാപനത്തിന് മുന്നമേ കൊരിളിറക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഗൗരവമുള്ള തെറ്റ് കാണിച്ച ഒരാൾ നമ്മുടെ സഭയോട് ക്ഷമ ചോദിച്ചു. എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്ത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. ഒന്നും ചെയ്തിട്ടില്ലാത്തതുപോലെ അദ്ദേഹത്തെ ഞങ്ങൾ തിരിച്ചെടുത്തു. അന്ന് ഞാനായിരുന്നു അതിൻ്റെ മുൻകൈ എടുത്തത്. അദ്ദേഹത്തെ തിരിച്ചെടുത്തപ്പോൾ അന്ന് നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ സൂപ്രണ്ടായിരുന്ന ഡോക്ടർ TC ജോർജ് എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്. റവറൻ ഡോക്ടർ TC ജോർജ് പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയായിരുന്നു, ഒരു ആത്മീയനുമായിരുന്നു. സാറ് അന്ന് എന്നോട് പറഞ്ഞൊരു വാചകം, വർഗീസ്, നീ ചെയ്ത് തെറ്റിപ്പോയി, നിനക്ക് എന്തേലും മനസ്സിലാവും. ഒരിക്കൽ കടിച്ച പട്ടി പിന്നെയും കടിക്കും. ഒന്ന് കടിച്ചേച്ച് വാലട്ടിയത് കൊണ്ട് പട്ടി കടി നിർത്തുമെന്ന് ചിന്തിക്കരുത്, അതതിൻ്റെ സ്വഭാവമാണ്. ഈ തെറ്റ് ചെയ്തവൻ പിന്നെയും ചെയ്യും. ഒരു ദിവസം മുമ്പേ ഇവനെ എടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ അടുത്ത പ്രശ്നം നിനക്കുണ്ടാകത്തില്ലായിരുന്നു. അവൻ തന്നെ ഉണ്ടാക്കിയ പ്രശ്നമാണ് 90-ൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. അവൻ തന്നെയാണ് ഉണ്ടാക്കിയത്. ഒരിക്കൽ കടിച്ച പട്ടി പിന്നെയും കടിക്കും. ലൂസിഫർ ഒരിക്കൽ തെറ്റ് ചെയ്തു. ഒരു തെറ്റിൻ്റെ മുമ്പിൽ ആരെയും നശിപ്പിക്കത്തില്ല, അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അവൻ രണ്ടാമതും തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അവൻ തെറ്റ് ചെയ്താൽ ഇപ്പോൾ നമ്മൾ അവനെ ഭൂമി സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് മാറ്റാൻ പോകാം. ഈ ഭൂമിക്ക് എവിടെ നിന്ന് വീണ്ടെടുപ്പുണ്ടാകും? ദൈവം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നമേ ഒരുപാട് ആലോചിച്ചും ചിന്തിച്ചും. അതുകൊണ്ട് ലോകസ്ഥാപനത്തിന് മുന്നമേ, ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുന്നമേ തൻ്റെ പുത്രനാകുന്ന ക്രിസ്തുവിനെ
ഒരു സ്ലെയിൻഡ് ലാമ്പ്, അറുക്കപ്പെട്ട കുഞ്ഞാടായി മാറ്റി നിർത്തി. എന്നിട്ട് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ഈ ഭൂമിയെ രക്ഷിക്കേണ്ടതിന്. യോഹന്നാൻ്റെ സുവിശേഷം 1:29 വായിക്കണ്ട. സ്നാപക യോഹന്നാൻ യേശുവിനെക്കുറിച്ച് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുവാനുള്ള കാരണം ലോകസ്ഥാപനത്തിന് മുന്നമേ താൻ കുരിലിറക്കപ്പെട്ടതുകൊണ്ടാണ്. ഞാൻ കാൽവറി ക്രൂശിൻ്റെ ഒരു രൂപം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ രൂപം കർത്താവ് നേരത്തെ കണ്ടുകൊണ്ട് ഇത് കണ്ടേച്ച പ്രപഞ്ചത്തിന് അടിസ്ഥാനമിട്ടത്. രണ്ടാമത്തെ പ്രിക്കോഷൻ ദൈവം എടുത്തത്, ഭൂമിക്കൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ. നിങ്ങൾ ചോദിച്ചേക്കാം, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമിക്ക് ഫൗണ്ടേഷൻ ഉണ്ടോന്നോ? ശാസ്ത്രം പറയുന്നു ഉണ്ട്. ഭൂമിക്ക് ഒരു 7 ലെയർ ഫൗണ്ടേഷൻ ഉണ്ട്. ഭൂമിക്ക് ഒരു 7 ലെയർ ഫൗണ്ടേഷൻ ഉണ്ട്. ലിക്വിഡ് ഫോമിലുള്ള ലോഹങ്ങൾ കൊണ്ടും മറ്റു പലതുകൊണ്ടും വിശദീകരിക്കുന്നില്ല, അലോയികൾ കൊണ്ടും 7 ലെവലുകളുള്ള ഒരടിസ്ഥാനം. എനിക്കൊന്ന് നമ്മുടെ ഈ കൊച്ചു കെട്ടിടത്തിന് 1-2 ലെവലേ അടിസ്ഥാനമുള്ളൂ. വലിപ്പമുള്ള ഒരു കെട്ടിടത്തിന് 3 ലെവൽ അടിസ്ഥാനങ്ങൾ കാണും. ഭൂമിക്ക് 7 ലെവൽ അടിസ്ഥാനങ്ങളുണ്ട്. സ്വർഗത്തിന് തിരുവചനപ്രകാരം 12 അടിസ്ഥാനങ്ങളാണ്. 12 ലെവൽ അടിസ്ഥാനങ്ങളുണ്ട്. മറ്റൊന്നിനും അടിസ്ഥാനങ്ങളില്ല. ഓക്കെ, ദൈവം ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു, ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ. കാര്യം ഇത് എന്നേക്കും നിലനിൽക്കണം, ഇളകിപ്പോകരുത്. ലൂസിഫർ ഇതിനെ നശിപ്പിച്ചാലും ഇതിനെ പൊടിച്ചു കളയരുത്. ഇതിനെ എനിക്ക് പിന്നെയും ഉദ്ധരിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു നല്ല അടിസ്ഥാനം ഇട്ടു. ലൂസിഫർ റൂൾഡ് ഓൺ എർത്ത്. ലൂസിഫറിനെ ഭൂമിയിലേക്ക് തള്ളി. നടപ്പിൽ നിഷ്കളങ്കനായിരുന്നിടത്തോളം കാലം അവനെ സ്വർഗത്തിൽ ഇരുത്തി. നിന്റെ നടപ്പിൽ നിഷ്കളങ്കത നഷ്ടപ്പെട്ടതോടെ സ്വർഗത്തിലെടുത്ത് ഞാൻ കൊള്ളുകയില്ലാന്ന് കണ്ട് അവന് വേണ്ടി ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമിയെ പഴയ ആകാശവും പഴയ ഭൂമിയുമെന്ന് പത്രോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. 2 പത്രോസ് 3-ാം അധ്യായത്തിൽ പറയുന്നത് ഈ ഭാഗങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. ഇതിന് ഒരു കോസ്മോസ്, ഇതിന് പലതും ഉണ്ടാക്കി, ഒരു അന്തരീക്ഷം ഉണ്ടാക്കി, അങ്ങനെ പലതും ഉണ്ടാക്കി ദൈവം ലൂസിഫറിനെ ഭൂമിയിലേക്ക് മാറ്റി. ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം, ഈ ലേഖനം ഈ 2-3 ദിവസം ഞാൻ എടുക്കുന്ന ഇത് മുഴുവനും പോകേണ്ടതിന് ദൈവത്തിൻ്റെ പ്രധാനമായ ഉദ്ദേശത്തെ തൊടാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് വാണ്ടഡ് എർത്ത് ടു ബി ഹിസ് കോളനി ആൻഡ് ഹാവ് ഹിസ് ഹെവൻലി കൾച്ചർ. ദൈവത്തിൻ്റെ കോളനിയായി ഭൂമിയെ കൊണ്ടുപോകണമെന്നും, ബെഥലൈറ്റ്സിന് ഇത് അറിയാൻ വയ്യാത്തതല്ല, നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട്. ദൈവിക കൾച്ചർ ഈ ഭൂമിയിൽ തുടരണമെന്നും ദൈവം ആഗ്രഹിച്ചു. ഞാൻ ക്രിസ്ത്യൻ കൾച്ചർ എന്നൊരാശയം നേരത്തെ തൊട്ടത് ഈ സമയം മറക്കരുത്. ആകയാൽ എന്തൊക്കെ ലൂസിഫറിന് വേണം അത് മുഴുവൻ ദൈവം ഇവിടെ കൊടുത്തു. എന്തെല്ലാം വേണം അത് മുഴുവനും ദൈവം ലൂസിഫറിന് വേണ്ടി കൊടുത്തേച്ച് ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ, സ്വർഗീയമായ കൾച്ചർ ഇവിടെ തുടരണം. പക്ഷേ അവന് വേണ്ടത് അവൻ്റെ കൾച്ചറാണ്. അവൻ്റെ കൾച്ചറിൽ തുടരുവാൻ താല്പര്യപ്പെടുന്ന യവനും ദൈവവും കൂടെ ഒക്കാതെ വന്നു. ദൈവം ഒരു ഓർഡർ, ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു കമാൻഡ് കൊടുത്തു. എൻ്റെ കൾച്ചറിലായിരിക്കണം ഭൂമി പോകുന്നത്. എന്നാൽ അതിന് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. എന്നാൽ ക്രിയേഷൻ ടൈം ലൈൻ 13.7 ബില്യൺ വർഷങ്ങൾക്ക് മുൻപിൽ പ്രപഞ്ചം സൃഷ്ടിച്ചു. ആദ്യത്തെ 9.2 ബില്യൺ വർഷങ്ങൾ സ്വർഗത്തിൽ ലൂസിഫർ താമസിച്ചിരുന്നു. 9.2 ബില്യൺ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഏറ്റവും താഴത്തെ ലൈനിൽ ഇടത്തെ അറ്റം, 9.2 ബില്യൺ വർഷങ്ങൾ കഴിഞ്ഞതോടെ അവൻ പാപം ചെയ്തു. അവന് വേണ്ടി ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമിയിലേക്ക് അവനെ മാറ്റി. ലൂസിഫർ ഭൂമിയിൽ ഏതാണ്ട് 3.5 ബില്യൺ വർഷങ്ങൾ താമസിച്ചിട്ടുണ്ട്. ശാസ്ത്രത്തിൻ്റെ കണക്കനുസരിച്ച് ഈ ഭൂമിയിൽ 3.5 ബില്യൺ വർഷങ്ങളോളം ലൂസിഫർ താമസിച്ചിട്ടുണ്ട്. ലൂസിഫർ സെറ്റപ്പ് ഹിസ് കൾച്ചർ ഓൺ ദ എർത്ത്. ദൈവത്തിന് വേണ്ടിയിരുന്നത് ദൈവത്തിൻ്റെ കൾച്ചർ, ദൈവത്തിൻ്റെ പ്രിൻസിപ്പിൾ ഈ ഭൂമിയിൽ വരിക എന്നാണ്. പക്ഷെ ലൂസിഫർ അവൻ്റെ കയ്യിൽ കിട്ടിയ ഭൂമിക്ക് അവൻ്റെ കൾച്ചർ നടപ്പാക്കി. ലൂസിഫർ ദൈവത്തെ അനുസരിച്ചില്ല. ആകയാൽ ലൂസിഫറിന് ദൈവം ഇവിടെ നിന്നും മാറ്റി. ലൂസിഫർ ഈ ഭൂമിയിൽ താമസിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് 410 കോടി വർഷം പഴക്കമുള്ള ഈ ഫോസിലുകൾ ഓസ്ട്രേലിയയിൽ നിന്ന് കണ്ടെടുത്തത്. ഓസ്ട്രേലിയയുടെ മണ്ണിനകത്ത് 410 കോടി വർഷമുള്ള കുറേ ഫോസിലുകൾ കണ്ടെടുത്തു. ഇത് ലൂസിഫറിൻ്റെ കാലം, അല്ലെങ്കിൽ പിന്നെ ഏത് കാലം? ആദം ഉണ്ടായിട്ടെല്ലാം കൂടെ 6000 വർഷമേ ആയുള്ളൂ. ഞാൻ വേദപുസ്തകം സിസ്റ്റമാറ്റിക്കായി ശാസ്ത്രീയ വെളിച്ചത്തിൽ കൊണ്ടുവരികയാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടവർക്കും ഇത് യോഗ്യമായൊരു ഉത്തരമായിരിക്കും. അതുകൊണ്ടാണ് ഇത് സിസ്റ്റമാറ്റിക്കായി കൊണ്ടുവരുന്നത്. 410 കോടി വർഷങ്ങൾ പഴക്കമുള്ള ഫോസിലുകൾ ഓസ്ട്രേലിയയിൽ നിന്നും കണ്ടെടുത്തു.
എങ്ങനെ ഇത് ഓസ്ട്രേലിയയിൽ വന്നു? അന്ന് ആരോ ഇവിടെ ഉണ്ടായിരുന്നു, അന്നിവിടെ ജീവൻ ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഇത് വരത്തില്ല. ആ ജീവൻ ഏതായിരുന്നു? ബൈബിൾ ഭാഷയിൽ അത് ലൂസിഫറും അദ്ദേഹത്തിൻ്റെ സൈന്യവും ഈ ഭൂമിയിൽ വസിച്ചിരുന്നതാണ്. 2, തെക്കേ അമേരിക്കയിൽ ബൊളീവിയ എന്ന രാജ്യത്ത്, തെക്കേ അമേരിക്കയിലെ ബൊളീവിയ എന്ന രാജ്യത്ത് ഇന്നും അതൊക്കെ ഉള്ളതാണ്. ശാസ്ത്രജ്ഞന്മാർ ഒരു പരീക്ഷണം നടത്തുമ്പോൾ ഭൂമിക്കടിയിൽ വലിപ്പമേറിയ ഒരു കെട്ടിടം ഇരിക്കുന്നതായി അവർക്ക് തോന്നി. അവർ കുഴിച്ചു ചെന്നു, വളരെ വലിപ്പമുള്ള ഒരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടു. ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടത്തിന് 3.5 കിലോമീറ്റർ ഉയരമുണ്ട്. 3.5 കിലോമീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടം നമുക്ക് ചിന്തിക്കാനൊക്കത്തില്ല. ഇന്ന് വരെ ഭൂമിയിൽ മനുഷ്യൻ പണിതിരിക്കുന്ന ഗോപുരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയരമുള്ളത് ബുർജ് ഖലീഫ എന്ന ദുബായിലുള്ള കെട്ടിടമാണ്. അതിൻ്റെ വലിപ്പം 1 കിലോമീറ്ററിന് താഴെയുള്ളൂ. അതാണ് സ്ഥിതിയെങ്കിൽ 3.5 കിലോമീറ്റർ ഉയരമുള്ള ഒരു സ്റ്റേഡിയം അല്ലെങ്കിൽ ഒരു കെട്ടിടം ഭൂമിയുടെ അടിയിൽ വരണമെങ്കിൽ ഇതാര് കൊണ്ടുവന്നു? ലൂസിഫറിൻ്റെ കാലമായിരുന്നു. ഇതിനും 3.5 ബില്യൺ വർഷത്തെ പഴക്കമുണ്ട്. 3.5 ബില്യൺ വർഷത്തെ പഴക്കം. 3.5 ബില്യൺ വർഷത്തോളം ലൂസിഫറോടെ ഭരിച്ചുവെന്നാണ് വെയ്പ്പ്. അവൻ്റെ ഭരണത്തിൻ്റെ ആരംഭകാലത്ത് തന്നെ അവൻ ഉണ്ടാക്കിയ ഒന്നായത്. അങ്ങനെ ഭൂമിയുടെ കൾച്ചർ, ദൈവിക കൾച്ചറിൽ നിന്നും ലൂസിഫറിൻ്റെ കൾച്ചറിലേക്ക് മാറുന്ന കാരണത്താൽ ദൈവം ലൂസിഫറിനെ ഭൂമിയിൽ നിന്ന് തള്ളുകയും ദൈവം ലൂസിഫറിനെ ഭൂമിയിൽ നിന്നും തള്ളി. ലൂസിഫർ ഈ ഭൂമിയിൽ അവൻ്റെ കൾച്ചർ ഉണ്ടാക്കി വെച്ച് പറഞ്ഞു, ഞാനാണ് രാജാവ്. ദൈവത്തെ രാജാവായി ഈ ഭൂമിയിൽ ഭരിപ്പിക്കേണ്ടതിനാണ് ഇങ്ങോട്ട് നിന്നെ വിട്ടത്. നോ, ഞാനാണ് രാജാവ്, ഞാനിവിടം ഭരിക്കും എന്ന് പറഞ്ഞ് ഞാൻ സ്വർഗത്തിൽ കയറും എന്ന ആശയം അവൻ വീണ്ടും ഉയർത്തിപ്പിടിച്ചു. എർത്ത് വാസ് ഫോംലെസ്. അതിനെ തുടർന്ന് ദൈവം ഭൂമിയെ ശൂന്യമാക്കി മാറ്റി. എൻ്റെ ഭാഷയിൽ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. എൻ്റെ ഭാഷയിൽ ദൈവം ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കി. അതിനെ സൂര്യന് ചുറ്റും കറങ്ങുന്ന ഓർബിറ്റിൽ നിന്നും നക്ഷത്ര മണ്ഡലങ്ങൾക്ക് വെളിയിലേക്കും, യൂണിവേഴ്സ് നമ്മൾ എടുത്തു, യൂണിവേഴ്സിൻ്റെ വെളിയിൽ എവിടേക്കോ ഇതിനെ എടുത്തെറിഞ്ഞു. ദൈവം അതിനുവേണ്ടി മുൻനിയമിച്ച ഒരു സ്ഥലത്തേക്ക് അതിനെ കൊണ്ടുപോയി. അത് പാഴും ശൂന്യവുമായി വെള്ളം കൊണ്ട് മൂടി. ആ കാലഘട്ടത്തെ ശാസ്ത്രം വിളിക്കുന്നത് ഐസ് ഏജ് എന്നാണ്. ഭൂമി മുഴുവനും വെള്ളം കൊണ്ട് മൂടി, അല്ല സ്നോ കൊണ്ട് മൂടി, വെള്ളം കൊണ്ട് മൂടപ്പെട്ട കാലഘട്ടത്തെ ശാസ്ത്രം വിളിക്കുന്നത് ഐസ് ഏജ്. നമ്മുടെ ഭൂമി ഐസ് ഏജിലൂടെ പോയി. ഹി വാസ് ആൻ ഐസ് ജയന്റ്. ഈ പദങ്ങൾ പഠിക്കുന്നവർക്കറിയാം, പരിചയമുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, സിസ്റ്റമാറ്റിക്കായി ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. ഈ കാലഘട്ടങ്ങളിൽ ഭൂമിയെ വിളിച്ചിരുന്നത് ഐസ് ഏജ് എന്നതിനെ, ഐസ് ഏജിലായിരുന്നു. അതിനെ ഐസ് ജയന്റ് എന്ന് വിളിച്ചിരുന്നു. ഭൂമിയെ വെള്ളം കൊണ്ട് മൂടി. ദൈവം അതിനെ തൽസ്ഥാനത്ത് നിന്ന് ഇളക്കി ദൈവത്തെ പ്രതീക്ഷിച്ച സ്ഥാനത്തേക്ക് മാറ്റി. ഈ വാക്യങ്ങൾ നോട്ട് ചെയ്യേണ്ടവരൊന്ന് നോട്ട് ചെയ്തോണം. വിശദീകരിക്കാൻ എനിക്ക് ഇന്ന് ഒക്കത്തില്ല. രണ്ടാമതൊരു പ്രാവശ്യം ഞാൻ എന്തെങ്കിലും വിശദീകരിക്കുകയാണെങ്കിൽ അന്നൊന്ന് വിശദീകരിക്കാം. ഇന്ന് അതിനുള്ള സമയം എനിക്ക് കിട്ടത്തില്ല. അത് തന്നെ എടുക്കും 15 മിനിറ്റിൽ കുറയാതെ. യെരമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ഇല്ലെങ്കിൽ ബ്രദറെ ഒന്ന് വായിച്ചാട്ടെ, അല്ല ആരാ വായിക്കുന്നത്? ദയവായിട്ടൊന്ന് വായിച്ചാട്ടെ. ഞാൻ ചിലതെല്ലാം എടുത്തു പോകാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ഭൂമിയെ നോക്കി അതിനെ പാഴും ശൂന്യവുമായി കണ്ടു. നിൽക്കട്ടെ, ഞാൻ ഭൂമിയെ നോക്കി അതിനെ പാഴും ശൂന്യവുമായി കണ്ടു. എഴുതപ്പെട്ട ഭാഷയിൽ പാഴും ശൂന്യവും എന്ന പദത്തെ ബോഹുവ, തോഹുവ എന്ന വാക്കുകൾ കണ്ടാണ് ഉച്ചരിച്ചിരിക്കുന്നത്. എഴുതപ്പെട്ട ഭാഷയിൽ പാഴും ശൂന്യവും എന്ന പദം ബോഹുവ, തോഹുവ എന്ന വാക്കുകളാണ് ഉച്ചരിച്ചിരിക്കുന്നത്. ഈ വാക്ക് ബൈബിളിൽ ആകെ 2 പ്രാവശ്യമേ ഉള്ളൂ. കംപ്ലീറ്റ് ബൈബിളിൽ ബോഹുവ, തോഹുവ എന്ന പദപ്രയോഗം 2 പ്രാവശ്യമേ ഉള്ളൂ. ഒന്നാമത്തേത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഭൂമി പാഴും ശൂന്യവും ആയിരുന്നു, ബോഹുവ തോഹുവ. 2 യെരമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ ബോഹുവ തോഹുവ എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി 1-ൽ പറയുന്ന കാലഘട്ടത്തിലേക്കാണ് യെരമ്യാവ് വിരൽ ചൂണ്ടുന്നത്. അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ ഭൂമിയെ നോക്കി ബോഹുവ തോഹുവ ആയി ഞാൻ അതിനെ കണ്ടു. വായിച്ചു. ഞാൻ ആകാശത്തെ നോക്കി അതിന് പ്രകാശമില്ലാതെ ഇരുന്നു. ആകാശത്തോട്ട് നോക്കി, അത് നക്ഷത്രമണ്ഡലത്തിന്റെ വെളിയിലാണ്, അതിന് പ്രകാശമില്ല. പിന്നെ
ഞാൻ പർവ്വതങ്ങളെ നോക്കി, അവ വിറയ്ക്കുന്നത് കണ്ടു. പർവ്വതങ്ങളെല്ലാം വിറയ്ക്കുന്നത് ഞാൻ കണ്ടു. കാര്യം അത് സ്ഥിരമല്ല, എങ്ങും നിൽക്കുകയല്ല, ദൈവം അതിനെ എടുത്തെറിഞ്ഞിരിക്കുകയാണ്. പിന്നെ കുന്നുകളെല്ലാം ആടിക്കൊണ്ടിരുന്നു. കുന്നുകൾ ആടി. ഞാൻ നോക്കി, ഒരു മനുഷ്യനെയും കണ്ടില്ല. ഒരു മനുഷ്യനെയും കണ്ടില്ല. കാര്യം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ ആകാശത്തിലെ പക്ഷികളൊക്കെയും പറന്നുപോയിരുന്നു. ആകാശത്തിൽ പക്ഷികൾ ഉണ്ടായിരുന്നു, അത് പറന്നുപോയി. ലൂസിഫറിന്റെ കാലത്ത് ഇവിടെ പക്ഷികൾ ഉണ്ടായിരുന്നു, മൃഗങ്ങൾ ഉണ്ടായിരുന്നു. അവയുടെ അസ്ഥികളാണ് ഇന്നത്തെ ഫോസിലുകളായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഓസ്ട്രേലിയയിൽ നിന്ന് ലഭിച്ച പഴക്കമുള്ള ഫോസിലുകൾ മൃഗങ്ങളുടെയും പക്ഷികളുടെയും അസ്ഥികളിൽ നിന്നും രൂപീകരിക്കപ്പെട്ടതാണ്. അവ മുഴുവനും പോയിരുന്നു. കാര്യം പക്ഷികളെ പറന്നു പോകുവീൻ എന്നവൻ കൽപ്പിച്ചു. ഞാൻ ഈ ഒരൊറ്റ വാക്യമേ വിശദീകരിക്കത്തുള്ളൂ. ഇതിനോട് ചേർന്ന് യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 4 മുതൽ 7 വരെ, സങ്കീർത്തന പുസ്തകങ്ങൾ 18, സങ്കീർത്തനങ്ങൾ 18-ന്റെ 7, 8, 13 വാക്യങ്ങൾ, സങ്കീർത്തനങ്ങൾ 104-ന്റെ 1-ാമത്തെ വാക്യം മുതൽ ഈ ഭാഗങ്ങളും കൂടെ വായിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഞാനൊരു സമ്മറി മാത്രം ഇങ്ങോട്ട് എടുക്കാൻ താല്പര്യപ്പെടുക. ഭൂമിയെ ദൈവം സ്വസ്ഥാനത്ത് നിന്ന് എറിഞ്ഞു കളഞ്ഞു. നമുക്കതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി 104-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യം വായിക്കാമോ? 104-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാം വാക്യം. ഭൂമിയെ ദൈവം ഇവിടെ നിന്ന് ഈ സ്ഥാനത്ത് നിന്ന് എടുത്തു മാറ്റി എന്ന് കാണേണ്ടതിന്. മലകൾ പൊങ്ങി, താഴ്വരകൾ താണു, നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. ഭൂമിയെ കുറിച്ച് പറയുകയാണ്, നീ അതിന് നിശ്ചയിച്ച സ്ഥലത്തേക്ക് അത് വാങ്ങിപ്പോയി. ദൈവം എവിടെയോ ഒരു സ്ഥലം അതിന് നിശ്ചയിച്ചിരുന്നു, അവിടേക്ക് അത് വാങ്ങിപ്പോയി. യോബിൻ്റെ പുസ്തകം 9-ന്റെ 6 അതിനോട് ചേർന്ന് വായിക്കാം. യോബിൻ്റെ പുസ്തകം 9-ന്റെ 6 അതിനോട് ചേർന്ന് വായിക്കാം. അവൻ ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കുന്നു. അവൻ ഭൂമിയെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കുന്നു. അതിന്റെ തൂണുകൾ കുലുങ്ങിപ്പോകുന്നു. അതിന്റെ തൂണുകൾ കുലുങ്ങി. അവൻ സൂര്യനോട് കൽപ്പിക്കുന്നു, അത് ഉദിക്കാതിരിക്കുന്നു. സൂര്യൻ ഉദിക്കാതിരിക്കുന്നു. പണ്ടൊരു കാലത്ത് ഇവിടെ സൂര്യൻ ഉദിച്ചിരുന്നു ലൂസിഫർ ഭരിക്കുമ്പോൾ. അതിനുശേഷം സൂര്യൻ ഉദിക്കാതെയായി. അതിനോട് കൽപ്പിച്ചത് കൊണ്ടാണ് ഉദിക്കാതിരുന്നത്. വായിച്ചോ? അവൻ നക്ഷത്രങ്ങളെ പൊതിഞ്ഞ് മുദ്രയിടുന്നു. അവൻ നക്ഷത്രങ്ങളെ പൊതിഞ്ഞ് മുദ്രയിടുന്നു. ഈ നക്ഷത്രമണ്ഡലത്തിന്റെ വെളിയിൽ കൊണ്ടുപോയി. പിന്നെ അവൻ തനിച്ചു ആകാശത്തെ വിരിക്കുന്നു. അവൻ തനിച്ച് ആകാശത്തെ വിരിച്ചു. മതി. അവൻ ഭൂമിയെ അതിനുവേണ്ടി മുൻ നിയമിച്ച സ്ഥലത്തേക്ക് മാറ്റി. പക്ഷികൾ പറന്നുപോയി, മൃഗങ്ങൾ ഒഴിഞ്ഞോടി, സകലതും ശൂന്യമായി. ദൈവം ഭൂമിയെ അവിടെ ഇട്ടു. ഇത്തിരി ഇടി കിട്ടിയിട്ടാണ് ഇത് പോയത്. ആ ഭാഗം ഇന്ന് ഞാൻ തൊടുന്നില്ല. ഇതിനെ ഇവിടുന്ന് എടുത്ത് കളഞ്ഞു. അവിടെ കിടന്ന് അത് കറങ്ങിക്കൊണ്ടിരുന്നു. അനന്തവിഹായസിൽ എവിടെയോ ഇരുട്ടും മാത്രം നിറഞ്ഞ അന്തരീക്ഷത്തിൽ വെള്ളത്തിൽ ചുറ്റപ്പെട്ടവനായി, ഐസ് ഏജിൽ ഐസ് ജൈൻ്റായി ഭൂമി എവിടെയോ കറങ്ങിക്കൊണ്ടിരുന്നു. തുടർന്ന് ദൈവം അതിനെ തിരിച്ചു വിളിച്ചു. അതിനെ തിരിച്ചു വിളിക്കുമ്പോൾ ദൈവം ചെയ്തത് ഒന്ന്, കോസ്മോസ് ദൈവം മാറ്റി. അന്നിവിടെ ഉണ്ടായിരുന്ന അന്തരീക്ഷ സ്ഥിതി ലൂസിഫറിന് പാർക്കാവുന്നതായിരുന്നു. ലൂസിഫറിന് പാർക്കാവുന്ന അന്തരീക്ഷ സ്ഥിതി മനുഷ്യനൊക്കത്തില്ല. മനുഷ്യനെ നിർമ്മിക്കുവാൻ ദൈവം തീരുമാനിച്ചു. ആ മനുഷ്യന് ലൂസിഫറിൻ്റെ അന്തരീക്ഷം പറ്റത്തില്ല. സൂര്യനിൽ നിന്ന് വരുന്ന വിഷരശ്മികൾ മനുഷ്യനെ കൊന്നുകളയും. ആ അന്തരീക്ഷം മാറ്റിയേ മതിയാകും. മനുഷ്യൻ ഇവിടെ ജീവിക്കണമെങ്കിൽ വായു ശ്വസിക്കണം, ഓക്സിജൻ വേണം. അവനിവിടെ വേണമെങ്കിൽ വെള്ളം വേണം. ഇതൊന്നും ലൂസിഫറിന് ആവശ്യമില്ല, അല്ലെങ്കിൽ ദൂതന്മാർക്ക് ആവശ്യമില്ല. ഇത് ആവശ്യമുള്ള മനുഷ്യ ശരീരത്തിൽ വസിക്കേണ്ടതിന് ഭൂമിയുടെ കോസ്മോസ് ദൈവം മാറ്റി. അന്നത്തെ കോസ്മോസ് അന്തരീക്ഷ സ്ഥിതി ദൈവം മാറ്റി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ഒരുപാട് ചേഞ്ചുകൾ വരുത്തി. ആദം അവമാരെ ദൈവം സൃഷ്ടിക്കുകയും ദൈവത്തിൻ്റെ വൈസ്രോയിയായി ഭൂമിയെ ദൈവത്തിൻ്റെ കോളനിയായി ഭരിക്കുവാൻ ആദാമിനെ ദൈവം ഏൽപ്പിക്കുകയും ചെയ്തു. ഏദനിലേക്ക് മനുഷ്യനെ കൊണ്ടുവന്നു. അവന് കൊടുക്കേണ്ട നിയമങ്ങൾ ദൈവം കൊടുത്തു. ഇവിടെ മുതൽ നമ്മുടെ ഇൻട്രസ്റ്റ് കൂടുതൽ പെടും. കാര്യം ലൂസിഫറിൻ്റെ കാലത്തും നമ്മൾ മാറി മനുഷ്യൻ്റെ ഏതിലേക്ക് നമ്മൾ വന്നു. ആദം ഹവ്വമാർക്ക് ഈ ഭൂമിയിൽ ആവശ്യമുള്ളതെല്ലാം ദൈവം കൊടുത്തു. അവന് ചില അതോറിറ്റികൾ ദൈവം കൊടുത്തു. അടക്കി ഭരിക്കുവാനും വാഴുവാനും മൃഗങ്ങളുടെ മേലും പക്ഷികളുടെ മേലും ആകാശത്തിലെ പറവകളുടെ മേലും സമുദ്രത്തിലെ ജന്തുക്കളുടെ മേലും എല്ലാം ദൈവം അവന് അധികാരം കൊടുത്തു. ചില ഉത്തരവാദിത്വങ്ങൾ കൊടുത്തു. തോട്ടം സൂക്ഷിക്കുവാനും തോട്ടത്തിൽ ജോലി ചെയ്യുവാനും മനുഷ്യനെ ആക്കി. ഒരു ഭയങ്കര വാണിങ് ദൈവം മനുഷ്യന് കൊടുത്തു. അതായത് 2-ാം അധ്യായത്തിൻ്റെ 17, തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. മരണമില്ലാത്ത നിത്യജീവനുള്ള ഒരു ശരീരത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കി. ഗോഡ് വാണ്ടഡ് എർത്ത് ടു ബി ഹിസ് കോളനി ആൻഡ് ഹാവ് ഹിസ് ഹെവൻലി കൾച്ചർ ഓൺ എർത്ത്. ദൈവം ഭൂമിയിൽ ആദമിന് വേണ്ട സകലതും കൊടുത്തു. ഹി പ്രൊവൈഡഡ് എവ്രിതിങ് ദറ്റ് ആഡം വുഡ് നീഡ്. ആദമിന് വേണ്ട സകലതും കൊടുത്തു. കൊടുത്തേച്ച് പറഞ്ഞു, എൻ്റെ കോളനിയായി ഇതിനെ ഭരിച്ചോണം.
മനുഷ്യൻ്റെ വീഴ്ച തുടങ്ങുന്നത് ഇവിടെ മുതലാണ്. എൻ്റെ കോളനിയായി ഇതിനെ ഭരിച്ചോണം. ഒന്ന്, ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷമാണ്. നിനക്ക് നന്മതയെന്ന് പലതും തോന്നും, അല്ലെങ്കിൽ തോന്നിക്കുന്ന ഒരന്തരീക്ഷത്തിലാണ് നീ. നിൻ്റെ മേൽ അടിക്കുവാൻ സാധ്യതയുള്ള പൈശാചികമായ ഇൻഫ്ലുവൻസിൽ നിൻ്റെ സ്ഥിതിഗതികൾ മാറും. അന്ന് നിനക്ക് തോന്നിയതുപോലെ ചെയ്യാതിരിക്കുവാൻ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തൊടരുത്. തൊടുന്ന നാളിൽ നീ മരിക്കും. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ തീരെ കുഞ്ഞുങ്ങളായിരുന്ന കാലത്ത് ഓടി നടക്കുന്ന പരുവത്തിന് തീയെ തൊടാൻ അവരെ അനുവദിക്കത്തില്ല. അതിൻ്റെ അർത്ഥം തീ അഴുക്കാണെന്നല്ല, തീ വീട്ടിൽ വേണം. തീ ഇല്ലാതെ ഒക്കത്തില്ല, പക്ഷെ തീയെ തൊടാൻ അവരെ അനുവദിക്കത്തില്ല. കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ വളർന്ന സമയത്ത് ഇലക്ട്രിക്കൽ പ്ലഗിനകത്ത് കൊണ്ട് കൈയിടാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഇലക്ട്രിസിറ്റി വീട്ടിൽ വേണം, പക്ഷെ അതിനകത്ത് കൈയിടാനൊക്കത്തില്ല. ലൂസിഫർ, ആദമേ, നിനക്കതിനുള്ള പ്രായമാകുമ്പോൾ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലവും നിത്യജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലവും നിനക്ക് തരും. അതുവരെ നിനക്കതിന് പ്രായമാകാത്തതിനാൽ നീ തൽക്കാലം അത് തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. അതിൻ്റെ ശിക്ഷ ചെറുതല്ല. ഗോഡ് പ്രൊവൈഡഡ് എവ്രിതിങ് ഫോർ ആദം. എന്നിട്ട് ദൈവത്തിൻ്റെ കൾച്ചറിൽ നിലനിന്നുകൊള്ളുവാൻ, ദൈവത്തിൻ്റെ തത്വസംഹിതയിൽ നിലനിന്നുകൊള്ളുവാൻ ആദമിനോട് ദൈവം കൽപ്പിച്ചു. ദൈവം ഈ ഭൂമിയുടെ അന്തരീക്ഷം മാറ്റി. ഈ ഭൂമിയുടെ മേൽ വേറൊരു വലയം ദൈവം കൊണ്ടുവന്നു. ശാസ്ത്രീയമായ ഭാഷയിൽ ദൈവം ഇതിൻ്റെ മേൽ അയണോസ്ഫിയർ മുതൽ ഒരുപാട് വസ്തുതകൾ കൊണ്ടുവന്നു. നമ്മുടെ വായുമണ്ഡലം ഇവിടെ സൃഷ്ടിച്ചു. സൂര്യനിൽ നിന്ന് വരുന്ന വിഷരശ്മികൾ അത് തടഞ്ഞു നിർത്തും. ലൂസിഫറിന് ബാധകമല്ലെങ്കിലും മനുഷ്യന് ബാധകമായ ദോഷകരമായ ഒന്നും ഇങ്ങോട്ട് വരാതെ ഇതിൻ്റെ മുകളിൽ ദൈവം ഒരു അരിപ്പ കൊണ്ട് അതിനെ കമത്തി അടച്ചു. വലത്തുവശത്ത് കാണുന്ന ചിത്രം ഒത്തിരിയും കൂടെ ക്ലിയറാണ്. ചില വീടുകളിൽ പലഹാരങ്ങൾ എടുത്തു വെക്കുമ്പോൾ, പഴവർഗ്ഗങ്ങൾ എടുത്തു വെക്കുമ്പോൾ, ഇന്ത്യയല്ലേ, അതിൽ ഈച്ച വന്ന് പറ്റാതിരിക്കുവാൻ അതിൻ്റെ മേളിൽ ഒരു അരിപ്പ കൊണ്ട് അടയ്ക്കുന്നത് പോലെ ഈ ഭൂമിയെ ദൈവത്തിൻ്റെ വലിപ്പമേറിയ അരിപ്പ കൊണ്ട് അടച്ചു, അന്തരീക്ഷം മാറ്റി. ഇവിടെ ആവശ്യമുള്ളതെല്ലാം ദൈവം കൊടുത്തു. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങളിൽ ഈ കാര്യം കാണാം. ആ വാക്യം ഒന്ന് വായിച്ചേച്ചാട്ട് പല പ്രാവശ്യം ഞാൻ ആ വാക്യം തൊട്ടു. 2 പത്രോസ് 3-ാം അധ്യായം 1ഉം 2ഉം വാക്യം. പ്രിയമുള്ളവരെ, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2ാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2ലാനും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സുണർത്തുന്നു. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളി. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, മറിക്കരുത്, നമ്മളവിടെ തുടരാൻ പോവുകയാണ്. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം, പിതാക്കന്മാർക്ക് ഇത് അറിയാമായിരുന്നു, അവർ നിദ്ര കൊണ്ട ശേഷം സകലതും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പിന്നത്തേതിൽ എഴുന്നേറ്റ് വരും എന്ന് നിങ്ങൾ അറിയണം. സൃഷ്ടിയുടെ ആരംഭത്തെക്കാൾ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞു. വായിച്ചോ താവോട്ട്. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും. ആകാശവും, ആകാശം എന്ന് എഴുതിയിരിക്കുന്നതിന് കോസ്മോസ് എന്ന പദമാണ് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത്. ഈ അന്തരീക്ഷവും ആകാശം എന്ന ഒരർത്ഥത്തിൽ ഇതിനെ വിളിക്കാൻ കാര്യം, നമ്മുടെ മുകളിൽ കാണുന്ന ഈ വായുമണ്ഡലത്തെ എല്ലാം കൂടെ ചേർത്ത് ആകാശമെന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല ഒരർത്ഥത്തിൽ. പക്ഷെ അല്പം കൂടെ ഗൗരവമായി നമ്മുടെ മുകളിൽ കാണുന്നതായ ഈ അന്തരീക്ഷം ആദ്യം സൃഷ്ടിച്ചത് ഇതുപോലല്ല. ദൈവം അതിനെ രൂപാന്തരപ്പെടുത്തി. ദ കോസ്മോസ് ഈസ് റീപ്ലേസ്ഡ്. ആ കോസ്മോസിൽ നിന്ന് മാറ്റി മനുഷ്യൻ ആവശ്യമുള്ള സകലതും ഇവിടെ കൊടുത്തു. അതിനെ തുടർന്ന് ഭൂമിയെ ദൈവത്തിൻ്റെ കോളനിയായി കൊണ്ടുപോകുവാൻ ദൈവം തീരുമാനിച്ചു. ഞാനിവിടെ നിന്ന് മാറട്ടെ. ദൈവത്തിൻ്റെ കോളനിയായി ഇതിനെ കൊണ്ടുപോകുവാൻ ദൈവം തീരുമാനിച്ചു. ദൈവത്തിൻ്റെ തേജസ്സിലും മഹത്വത്തിലും ദൈവം മനുഷ്യനെ ഇവിടെ ആക്കി. ആത്മാവിനെ ദൈവം സ്വർഗത്തിൽ സൃഷ്ടിച്ചു. മനുഷ്യ ആത്മാവിനെ ദൈവം സ്വർഗത്തിൽ സൃഷ്ടിച്ചു, ഇല്ലായ്മയിൽ നിന്നുളവാക്കി. മനുഷ്യ ശരീരത്തെ ഭൂമിയിലെ പൊടിയിൽ നിന്ന്, ഈ കോസ്മോസിൽ നിന്ന് എടുത്ത പൊടി കൊണ്ടുണ്ടാക്കി. സ്വർഗത്തിൽ സൃഷ്ടിച്ച ആത്മാവിനെ
ദൈവം ഈ പൊടി കൊണ്ടുണ്ടാക്കിയ മനുഷ്യനിലേക്ക് ഊതിക്കയറ്റി. അങ്ങനെ പുറമേ ഉള്ളവൻ ജഡമയനും അകമേ ഉള്ളവൻ ആത്മീയനുമായ നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ഒരു മനുഷ്യ സമൂഹം പുറത്തു വന്നു. നമുക്ക് ഈ കോസ്മോസിൽ ജീവിക്കാം. കാര്യം നമ്മുടെ പുറത്തെ ബോഡി ഈ കോസ്മോസിലേതാണ്. നമുക്ക് സ്വർഗവുമായി ബന്ധപ്പെടാം. കാര്യം നമ്മുടെ അകത്തെ ബോഡി സ്വർഗീയമാണ്. ഈ രണ്ടും കൂടെ ചേർത്ത് മനുഷ്യനെ ദൈവം ഇവിടെ സൃഷ്ടിച്ചു. ആത്മാവും ശരീരവും ഒരുമിച്ച് ചേർന്നതോടെ ജീവൻ തന്നെ ഉത്ഭവിച്ചു. വേണമെങ്കിൽ ആദം ഹവ്വമാർക്ക് ദൈവത്തിൻ്റെ കോളനിയിൽ താമസിക്കാമായിരുന്നു. അതെ, അങ്ങനൊരു കാലമുണ്ടായിരുന്നു. ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ചു. പ്രധാനപ്പെട്ട ചില പദങ്ങളാണ്. നമ്മെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും. മനുഷ്യൻ്റെ വീഴ്ച ആരംഭിക്കുന്നതും ഇവിടെയാണെന്ന് മറക്കരുത്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ക്ലോത്ത് ഹിം ലൈക്ക് ഹിം, ദൈവത്തെ പോലെ തേജസ് കൊണ്ട് നമ്മെ മൂടി നമുക്ക് തേജസ്സിൻ്റെ വസ്ത്രം തന്നു. 8-ാം സങ്കീർത്തനത്തിലെ കാര്യം എടുത്തു പറഞ്ഞു. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ക്ഷമിക്കണം, മലയാള വേദപുസ്തകത്തിൽ നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ശുദ്ധ തർജ്ജിമ പെശകാണ്. യഥാർത്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് കിങ് ജെയിംസ് വെർഷനിൽ ഉൾപ്പെടെ നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. കാര്യം ദൂതന്മാർക്ക് ഭൗതിക ശരീരമല്ല, അവരുടെ സ്വഭാവം വേറൊന്നാണ്. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. നിന്റെ കൈകളുടെ പ്രവൃത്തിക്ക് നീ അവനെ അധിപതിയാക്കി വെച്ചു. 8-ാം സങ്കീർത്തനത്തിൽ. അങ്ങനെ നമ്മെ ദൈവതുല്യരായി, ദൈവത്തിൻ്റെ വൈസ്രോയിയായി, ദൈവത്തെപ്പോലെ ഇരിക്കേണ്ടതിന്, ദൈവത്തെപ്പോലെ പ്രവർത്തിക്കേണ്ടതിന് ദൈവം ധരിക്കുന്ന വസ്ത്രമായ തേജസ്സിൻ്റെ വസ്ത്രം ധരിപ്പിച്ച് ഈ മൺകൂടാരത്തിനകത്ത് ഈ ഭൂമിയിലാക്കി. ദൈവം ഈ മെയ്ഡ് ദം മെയിൽ ആൻഡ് ഫീമെയിൽ, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ഇവർക്ക് തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഞാൻ പല പ്രാവശ്യം എടുത്തു പറഞ്ഞതുപോലെ ഒരു വ്യത്യാസവും ഇല്ല. അത് പണ്ടായിരുന്നു, ഇപ്പം വ്യത്യാസമില്ല എന്നൊക്കെ പറയുന്ന പെൺപിള്ളേർ ആക്ടിവിസ്റ്റിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരെണ്ണത്തിന് മീശകളെത്ത് കണ്ടിട്ടില്ല. വ്യത്യാസം ഇല്ലായിരുന്ന മീശകളൊക്കെ ഉണ്ടേ, അത് കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ചുമ്മാ പറയുന്നതേ ഉള്ളൂ, കാര്യമൊന്നും ഇതിനകത്തില്ല, ചുമ്മാ പുലമ്പുന്നതേ ഉള്ളൂ. ദൈവം അവരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. ഓക്കെ, ബ്ലസ് ദം ആസ് ഫാമിലി ടു മൾട്ടിപ്ലൈ. സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് വിവാഹം കഴിച്ച് സമൂഹം വർധനവിന് വേണ്ടി, നമ്മുടെ കുലം വർദ്ധിച്ചു വരേണ്ടതിന്, സമൂഹത്തിൻ്റെ വർധനവിന് വേണ്ടി അവരെ ആക്കുവാൻ ആണും പെണ്ണും ചേർന്ന് വിവാഹം കഴിക്കത്തക്ക രീതിയിൽ ദൈവം അവരെ സൃഷ്ടിച്ചു. ആൻഡ് ഗേവ് ദം ദ ഡൊമിനിയൻ, അവർക്ക് അധികാരങ്ങൾ കൊടുത്തു. ഞാനിത് പറയുന്ന കൂട്ടത്തിലൊന്ന് എടുത്തോർമ്മിപ്പിക്കട്ടെ. ചില അധികാരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് തിരികെ പിടിക്കുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. മനുഷ്യന് പറ്റിയ ഒന്നാമത്തെ വീഴ്ചയിൽ അധികാരങ്ങൾ പലതും മനുഷ്യന് നഷ്ടപ്പെട്ടു. ആദം ഹവ്വമാർ ദൈവത്തിൻ്റെ വൈസ്രോയിയായി ഏദനിലും പരിസരത്തും നടന്നു. ഇവിടെ ഒരു സിംഹം അവരെ അനുഗമിക്കുന്നത് ഞാൻ കാണിച്ചു. സകല മൃഗങ്ങളും അവർക്ക് കീഴടങ്ങിയിരുന്നു. ദൈവത്തിൻ്റെ സകല സൃഷ്ടിക്കും ദൈവം അവരെ അധികാരികളാക്കി. എന്നാൽ ദ ഫസ്റ്റ് ഫോൾ, ഒന്നാമത്തെ വീഴ്ച, ഇതുപോലെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ലൂസിഫറിൻ്റെ വീഴ്ച ഞാൻ പറഞ്ഞു, വിട്, അവൻ വേറൊരു വർഗമാണ്, നമ്മുടേതല്ല. നമ്മുടെ വർഗത്തിൽ പറ്റിയ ഒന്നാമത്തെ വീഴ്ച ആദം ഹവ്വമാർക്കാണ്. അതിൻ്റെ പരിണിതം എന്തായിരുന്നു? ഒന്ന്, പറുദീസ നഷ്ടമായി. ശാപമാണ് അതിൻ്റെ പരിണിതം, ശാപമാണ്. ഈ ശാപത്തിൽ എന്തെല്ലാം സംഭവിച്ചു? നമ്പർ 1, പറുദീസ നഷ്ടമായി, ഏദൻ തോട്ടം നഷ്ടമായി. പറുദീസ നഷ്ടമെന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. ജോൺ മിൽട്ടൺ ആണെന്ന് തോന്നുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് പാരഡൈസ് ലോസ്റ്റ്. പണ്ടുകാലങ്ങളിലെ പ്രസിദ്ധമായ നോവലുകളിൽ ഒരെണ്ണമായിരുന്നു. വേദപുസ്തകത്തിൻ്റെ ബാക്കിംഗ് ഉള്ളതുകൊണ്ട് അതിന് അമിതമായ പ്രാധാന്യം ലഭിച്ചു. ലോകത്തിലെ ഒരുമാതിരി എഡ്യൂക്കേറ്റഡായ ഇംഗ്ലീഷ് വായിക്കാവുന്ന മിക്ക ആളുകളും കണ്ടിട്ടുള്ള പണ്ട് ഒരു 50-70 വർഷങ്ങൾക്ക് പുറകിൽ ജീവനോടിരുന്ന തലമുറ വരെ ആ പുസ്തകം വായിക്കാറുണ്ടായിരുന്നു. ദ പാരഡൈസ് ലോസ്റ്റ്. എന്തൊക്കെ സംഭവിച്ചുവെന്ന് ആ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് തൊടുന്നതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. ഒന്ന്, പറുദീസ നഷ്ടമായി, ദ പാരഡൈസ് അല്ലെങ്കിൽ ഏദൻ തോട്ടം നഷ്ടമായി. 2, മരണം ശാപത്തിൻ്റെ ഫലമായി മനുഷ്യനിലേക്ക് പ്രവേശിച്ചു. മരണമില്ലാത്ത ശരീരത്തിലാണ് ദൈവം ആദമിനെ സൃഷ്ടിച്ചതെങ്കിലും തിന്നുന്ന നാളിൽ നീ മരിക്കും. ആദം മരണത്തിന് വിധേയനായി. 900 വർഷങ്ങൾ കഴിഞ്ഞാണ് അത് ഇഫക്റ്റായത്. കാരണം ദൈവം സൃഷ്ടിച്ച നിത്യജീവനും മരണവും തമ്മിൽ ഒരു മൽപ്പിടുത്തം നടന്നു. ഏതാണ്ട് 900-ലധികം വർഷം കൊണ്ടാണ് മരണം ജീവനെ ജയിച്ചത്. പക്ഷേ ഇറ്റ് ഓവർ പവേർഡ്. പാപം ചെയ്ത് അന്ന് മരണം അവനിലേക്ക് കടന്നു. ശാപം തനി നിറത്തിൽ പത്തി വിരിച്ചാടാൻ തുടങ്ങി. കഠിന അധ്വാനം മനുഷ്യൻ ചെയ്യുവാൻ ആ ശാപത്തിൻ്റെ ഫലമായി ദൈവം പറഞ്ഞു.
പ്രസവവേദന സഹോദരിമാർക്കുള്ളത് ആ ശാപത്തിൻ്റെ ഭാഗമാണ്. നിനക്കും സർപ്പത്തിനും, നിന്റെ സന്തതിക്കും സർപ്പത്തിൻ്റെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം എന്ന പദം ബൈബിളിൽ ആദ്യം വരുന്നത് ഈ ശാപത്തിൻ്റെ ഭാഗമാണ്. ശത്രുത്വം മനുഷ്യജീവിതത്തിൽ കടന്നു. വിധേയത്വം, സ്ത്രീ പുരുഷന് വിധേയപ്പെട്ട് ജീവിക്കും എന്ന് ദൈവം പറഞ്ഞു. അതെങ്കിൽ വിധേയത്വം അഥവാ ആശ്രയ ജീവിതം ദൈവം മനുഷ്യനെ കൽപ്പിച്ചാക്കി. ഇതൊന്നും പണ്ടില്ലായിരുന്നു. എങ്കിലും ഈ വീഴ്ചയിൽ ദൈവം 2 കാര്യങ്ങൾ ചെയ്തു. ഈ വീഴ്ചയിൽപ്പെട്ടവരാണ് നമ്മൾ മുഴുവനും. ഞാനിതിൽ പെട്ടതല്ലെന്ന് പറയുവാൻ ഒറ്റ മനുഷ്യന് പോലും കഴിയത്തില്ല. ഈ വീഴ്ചയിൽ ദൈവം 2 കാര്യങ്ങൾ ആദമിന് വേണ്ടി ചെയ്തു. ഒന്ന്, തോലുകൊണ്ടുള്ള ഒരു ഉടുപ്പുണ്ടാക്കി. അത് വീണ്ടെടുപ്പിൻ്റെ വാഗ്ദത്തമായിരുന്നു. 2, അവന് വേണ്ടി ഒരു യാഗം നടന്നു. ഒരു ദിവസം സാത്താൻ സർപ്പത്തിൽ കടക്കുകയും സർപ്പത്തിൻ്റെ വേഷത്തിൽ വന്ന് മനുഷ്യനെ വഞ്ചിക്കുകയും ഹവ്വ പഴം പറിച്ച് ആദമിനും കൊടുക്കുകയും മനുഷ്യൻ തോട്ടത്തിൽ നിന്ന് വെളിയിൽ എറിയപ്പെടുകയും ചെയ്തു. അവരുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി യേശുവിൻ്റെ കാൽവറിയെ പ്രതിനിധീകരിക്കുന്ന ഒരു യാഗം യേശു ഏദനിൽ നടത്തിയെന്നും ആ യാഗമൃഗത്തിൻ്റെ തോലുകൊണ്ടാണ് ഉടുപ്പുണ്ടാക്കി ആദം ഹവ്വമാർക്ക് കൊടുത്തത് എന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. മനുഷ്യവർഗം ആദ്യമായി കാണുന്ന രക്തച്ചൊരിച്ചിലാണിത്. അന്ന് വരെ മരണമെന്നൊന്ന് മനുഷ്യൻ കണ്ടിട്ടില്ല. ഒരു ഈച്ച പോലും കൊതുക് പോലും ചത്ത ചരിത്രം അന്നുവരെ ഇല്ല. ഭൂലോക ചരിത്രത്തിൽ മനുഷ്യൻ ആദ്യമായി കാണുന്ന മരണം, ആദ്യമായി കാണുന്ന രക്തച്ചൊരിച്ചിൽ അവനെ വിറപ്പിച്ചിട്ടുണ്ട്. കരഞ്ഞുകൊണ്ടായിരിക്കും ഒരാട് മരണത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെടുന്നത്. ആദമിനോടും ഹവ്വയോടും ഒരു ചോദ്യം ചോദിച്ചു കാണും. അപ്പാ, അമ്മേ, ഞാൻ എന്ത് ദോഷം ചെയ്തു? നിങ്ങൾ ചെയ്ത കുറ്റത്തിനാണ് ഞാൻ മരിക്കുന്നത്. നിങ്ങളുടെ പാപത്തിനു വേണ്ടിയാണ് എൻ്റെ മരണം വിധിച്ചത്. അവരുടെ ഹൃദയത്തെ ഏറ്റവും ശോധനയിൽ കൊണ്ടുപോകുന്ന, പിടിച്ചു കുലുക്കുന്ന, അനുതാപത്തിൻ്റെ അടിത്തട്ടിലെത്തിക്കുന്ന ഒരു സംഭവമായിരുന്നു ഒന്നാമത്തെ യാഗം. അത് കാൽവറിയെ ചിത്രീകരിക്കുന്നതായിരുന്നു. ലോകസ്ഥാപനത്തിന് മുന്നമേ കുരലിറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം എന്നൊന്ന് തിരുവചനം പറയുന്നു. ആ കുരലിറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ഓർമ്മയായി ഇവിടെ ഒരു യഥാർത്ഥ ആട് യാഗമാകുന്നതായി കാണാം. അതിനെ തുടർന്ന് മനുഷ്യവർഗം വർദ്ധിക്കുവാൻ തുടങ്ങി. ഞാൻ ഈ വർദ്ധനവിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. മനുഷ്യൻ്റെ വീഴ്ചയുടെ ആരംഭം ഞാൻ തൊട്ടു തുടങ്ങി. അതിനകത്തൂടെ ചില മിനിറ്റുകൾ, ഒരു 10 മിനിറ്റൂടെ മുന്നോട്ട് പോകാനായി ആഗ്രഹിക്കുന്നു. മനുഷ്യൻ്റെ വർഗം വർദ്ധിക്കാൻ തുടങ്ങി. 5ാമത്തെ തലമുറയിൽ യാരേദ് എന്നൊരു മനുഷ്യൻ ജനിച്ചു. അവിടം വരെ ഞാൻ തൊടുന്നില്ല. കായനും ഹാബേലും യാഗം കഴിക്കുവാൻ പോകുന്നതും കായൻ ഹായനെ കൊന്നുകളയുന്നതും ഒക്കെ നമുക്ക് കാണാം. അവിടുന്ന് ജനസമൂഹം വർദ്ധിച്ചു. ഒത്തിരി ഭാഗങ്ങൾ അവിടെ തൊടാനുണ്ട്. ചാവുകൾ ലിഖിതങ്ങളിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ തൊടാനുണ്ട്. 5ാമത്തെ തലമുറയിൽ യാരേദ് എന്നൊരാൾ ജനിച്ചു. യാരേദ് തികച്ചും ഭക്തനായിരുന്നു. ഞാൻ അവിടെ ബോൾഡ് ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. യാരേദ് തികച്ചും ഭക്തനായിരുന്നു. യാരേദ് തൻ്റെ മക്കളെ വിളിച്ചേച്ച് പറഞ്ഞു, ദൈവത്തിന് വേർപാട് പ്രത്യേകതയുള്ളതാണ്. നമ്മുടെ സഹോദരങ്ങളാണ് ഭൂമിയിലുള്ളവരെ എല്ലാവരും. പക്ഷേ അവരാരും ദൈവത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരല്ല. ഒരു വലിയ അളവിൽ ബാഹ്യമായ ഇൻഫ്ലുവൻസുകളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ, ഒരു മാഗ്നറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കാന്തത്തിൻ്റെ വലയത്തിൽ കുറച്ച് ഇരുമ്പിൻ്റെ പൊടി വരാമെങ്കിൽ ആ കാന്തം നിയന്ത്രിക്കുന്നത് പോലെ ഇരുമ്പ് പൊടികൾ നിയന്ത്രിക്കപ്പെടും. എടുത്തിടുന്ന ഇരുമ്പ് പൊടിക്കകത്ത് എവിടെയെങ്കിലും കാന്തത്തിൻ്റെ വലയത്താൽ അല്ലെങ്കിൽ കാന്തമായി മാറിയ കണികകൾ ഉണ്ടെങ്കിൽ അത് റീഅറേഞ്ച് ചെയ്യുന്നത് കാണാം. ഇല്ലാത്തതും അറേഞ്ച് ചെയ്യപ്പെടും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി വ്യത്യാസം നടക്കും. ഇതുപോലെ പൈശാചിക ഇൻഫ്ലുവൻസ് ഭൂമിയിലായിപ്പോയതുകൊണ്ട് ആ ഇൻഫ്ലുവൻസിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും രൂപഭേദം പറ്റി. ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് വിവാഹ രീതികൾ മാറി. ദൈവം ആദം ഹവ്വമാരുടെ കാലത്ത് കൊടുത്തിരുന്ന ഒരു വിവാഹ രീതിയുണ്ട്, അത് മാറി. ബോധിച്ചതുപോലെ ജനം മര്യാദ വിട്ട് നടക്കുന്ന കാലമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ഭക്തി സൂക്ഷിക്കുവാൻ, മാറി താമസിക്കാം. സാധാരണക്കാരനുമായി ബന്ധം വേണ്ട. എല്ലാം നമ്മുടെ കസിൻസാ. 5ാം തലമുറയായിട്ടുള്ളൂ, നമ്മുടെ കസിൻസാ. പക്ഷെ നമുക്കവരിൽ നിന്ന് മാറി താമസിക്കാം. മറ്റുള്ളവർ ചോദിച്ചേക്കാം, നീ എന്നടാ ആദിഭക്തനാണോ, നിനക്ക് മാത്രമേ ഭക്തിയുള്ളൂ? ഇതൊക്കെ ചോദിച്ചോ പോ. പക്ഷെ ഞങ്ങൾ ഭക്തരാണ്, മാറി താമസിക്കുക.
അപ്പോഴാണ് പിള്ളേരൊരു ചോദ്യം ഉന്നയിച്ചത്, ആഹാരം എവിടുന്ന് കഴിക്കും? ഇയാൾ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു മലയുടെ മണ്ടയിൽ കയറി താമസിക്കാം, അങ്ങോട്ട് വേറെ ആരും വരത്തില്ല, നമ്മൾ തന്നെയായിരിക്കും രാവിലെയും വൈകിട്ടും ദൈവത്തെ മാത്രം സേവിച്ച് നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ മറുഭാഷയും പറഞ്ഞിങ്ങനെ നടക്കാം. അപ്പോൾ ചോദ്യം എന്നെ കഴിക്കും? അതിന് കൃഷിയുടെ സമയമാകുമ്പോൾ നമുക്ക് താഴ്വരയിലേക്ക് ഇറങ്ങി വരാം, കൃഷി ചെയ്ത് അത്യാവശ്യത്തിന് ആവശ്യമുള്ള ആഹാരം ഉണ്ടാക്കി തിരിച്ച് മലയുടെ മേളിൽ കയറി പോകാം. അങ്ങനെ തീരുമാനിച്ചവർ മലയുടെ മുകളിൽ താമസമായി. പക്ഷെ മലമുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആമ്പിള്ളേർ, യാരേദിൻ്റെ മക്കൾ, താഴ്വരയിൽ ആണ്ടിലൊരിക്കൽ ഇറങ്ങി പെൺപിള്ളേരെ കാണുമ്പോൾ ഇവരുടെ കൂടെ താമസിക്കാനൊരു മോഹം. അങ്ങനെ ലോകത്തിലെ സാധാരണക്കാരിൽ കാണുന്ന തരം താഴ്ന്ന വിവാഹ ആചാരങ്ങളിലേക്ക് യാരേദിൻ്റെ മക്കൾ മാറി. യാരേദിൻ്റെ മകനായിരുന്നു ഏറ്റവും ഭക്തനായി പിന്നത്തേതിൽ മാറിയ ഒരു മനുഷ്യൻ. ഐ എം സോറി, യാരേദ് 6-ാം തലമുറയാണ്. ഞാൻ ഈ പറഞ്ഞിടത്തോളം കാര്യം മഹലയേൽ 5-ാം തലമുറയിലുള്ള മഹലയേലിൻ്റെ കാര്യമാണ്. മഹലയേലാണ് മക്കളോട് പറഞ്ഞ് നമുക്കൊരു പർവ്വത മുകളിൽ താമസിക്കാം, കൃഷിക്ക് മാത്രം താഴോട്ടിറങ്ങാം. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു യാരേദ്, 6-ാം തലമുറക്കാരൻ. പ്രപഞ്ചം കണ്ടിട്ടുള്ളതിലെ ഏറ്റവും ഭക്തനായ യാരേദ് തൻ്റെ മക്കളോട് പറഞ്ഞു, നമുക്ക് പർവ്വതത്തിൽ മാത്രം താമസിക്കാം, താഴോട്ട് ഇറങ്ങണ്ട. എന്ത് കഴിക്കും? ആദമിനെ ദൈവം അയക്കുമ്പോൾ വൃക്ഷങ്ങളുടെ ഫലം തിന്ന് ജീവിച്ചോളാനാണ് പറഞ്ഞത്. അതും മതി. എല്ലാ മലയിലും വൃക്ഷങ്ങളുണ്ട്, നമുക്ക് ഇത്തിരി തിന്നാൻ പോകണ്ട, നമുക്ക് ദൈവത്തെ മാത്രം സേവിച്ച് കഴിയാം, വൃക്ഷങ്ങൾ ഫലം തിന്നുകൊണ്ട് പർവ്വത മുകളിൽ താമസിക്കാം. യാരേദ് വീണുപോയ സ്ഥാനത്തു നിന്ന് മടങ്ങി വന്നു. യാരേദിൻ്റെ മക്കളും വീണുപോയ സ്ഥാനത്തു നിന്ന് മടങ്ങി വന്നു. അവരെ തിരികെ വീഴിക്കുവാൻ സാത്താൻ തീരുമാനിച്ചു. ആ ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റാണ്. തുടർന്ന് ചാവുകടൽ ലിഖിതങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കാനായി താല്പര്യപ്പെടുകയാണ്. ഇനിയുള്ള ചരിത്രം മുഴുവനും തരുന്നത് ചാവുകടൽ ലിഖിതമാകയാൽ അങ്ങോട്ട് പോയേ പറ്റത്തുള്ളൂ. റിട്ടൺ ബൈ ടെമ്പിൾ പ്രീസ്റ്റ് ഓഫ് ആരോണിക് ബാക്ക്ഗ്രൗണ്ട്. അഹരോൻ്റെ മക്കളായിരുന്ന പുരോഹിതന്മാർ എഴുതിയ കുറേ ലിഖിതങ്ങളുണ്ട്. അതിനെ ചാവുകടൽ ലിഖിതങ്ങൾ എന്ന് വിളിക്കും. ഫൗണ്ട് ഇൻ ഹീബ്രു, അരാമിക് ആൻഡ് ഇറ്റ്സ് ഡയലക്ട്സ്. എബ്രായിലും അരാമിക്കിലും അതിൻ്റെ ഡയലക്ട്സിലും എഴുതിയതായ ചാവുകടൽ ലിഖിതങ്ങളിൽ നിന്നാണ് തുടർന്നുള്ള ചരിത്രം മുഴുവനും നമുക്ക് ലഭിക്കുന്നത്. ഡിസ്കവേർഡ് ബിറ്റ്വീൻ 1946 ആൻഡ് 56. 1946-നും 1956-നും ഇടയ്ക്കുള്ള കാലഘട്ടങ്ങളിലാണ് ഈ ചാവുകടൽ ലിഖിതങ്ങൾ തിരിച്ച് നമ്മുടെ കയ്യിൽ വരുന്നത്. മച്ച് ഓഫ് ഏൻഷ്യൻ്റ് ഇൻഫർമേഷൻസ്, പണ്ടുകാലങ്ങളിലുണ്ടായിരുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് ഇതിനകത്തുണ്ട്. അതിനകത്തെ പ്രധാന എഴുത്തുകാരിൽ ചിലർ, അതിനകത്തെ ഒറിജിനൽ എഴുത്തുകാരിൽ ചിലർ റീറൈറ്റ് ചെയ്തതാണ് ആരോണിക് ഗ്രൂപ്പ്, അഹരോൻ്റെ മക്കൾ. ഒറിജിനൽ എഴുത്തുകാരിൽ ഒന്നാമൻ ആദാം മുതൽ 7-ാമനായ ഹാനൂക്ക. ദൈവത്തോടുകൂടെ 300 വർഷം നടക്കുകയും ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതാകുകയും ചെയ്ത ഹാനൂക്കാണ് ഒന്നാമത്തെ എഴുത്തുകാരൻ. ഹാനോക്ക് എഴുതിയ 5 പുസ്തകങ്ങളുണ്ട്. അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഫോളൻ ഏഞ്ചൽസ്, വീണുപോയ ദൂതന്മാർ. മനുഷ്യവർഗത്തിന് ആവശ്യമുള്ള മുഴുവൻ സ്വർഗീയ സന്ദേശങ്ങളും ഈ വീണുപോയ ദൂതന്മാരോടുള്ള ബന്ധത്തിൽ നമ്മെ അറിയിക്കേണ്ടതിന് ദൈവം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ഹാനോക്ക് അത് നമുക്ക് വേണ്ടി എഴുതിത്തരികയും ചെയ്തു. ഞാൻ ചാവുകടൽ ലിഖിതങ്ങളെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഇന്നത് മുഴുവനും വായിക്കാനോ പറയാനോ നിവൃത്തിയില്ലെങ്കിലും ആരംഭകാല ഇൻഫർമേഷനുകളാണ് എന്ന് മാത്രം ഞാൻ പറയട്ടെ. ബ്രിട്ടനിലെ SOA ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന, ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയുടെ വകയായ SOA ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ചാവുകടൽ ലിഖിതങ്ങളുടെ ഒരു ഭാഗമാണ് ഞാൻ താഴെ വലത്തുവശത്ത് കാണിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഇൻ്റർനെറ്റ് കൊടുക്കുന്ന എൻസൈക്ലോപീഡിയ തരുന്ന ഇൻഫർമേഷനാണ് മുകളിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇടത്തുവശത്ത് കാണുന്നത് കുമ്രാൻ കേവ് എന്നറിയപ്പെടുന്ന ചാവുകടലിൻ്റെ 2.5 കിലോമീറ്റർ ചുറ്റളവുകളിൽ കാണുന്ന കുമ്രാൻ പ്രദേശത്തുള്ള കുറേ കേവുകളാണ്. ആ കേവുകളിൽ നിന്നാണ്, അതിനകത്താണ്ട് ലെഫ്റ്റ് സൈഡിൽ പൊട്ടുപോലെ കാണുന്നത് ഓരോ കേവുകളാണ്. ആ കേവുകളിൽ നിന്നാണ് ഈ ചുരുളുകൾ പിന്നത്തേതിൽ ലഭിച്ചത്. ഈ ചുരുളുകളിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ളതിൽ ചിലതൊന്ന് ചിന്തിക്കാനായി താല്പര്യപ്പെടുന്നു. ഇത് എൻ്റെ ക്യാമറയിൽ ഞാൻ എടുത്ത ഫോട്ടോയാണ്, വേറൊരിടത്തുനിന്ന് കോപ്പി ചെയ്തതല്ല, വേറൊരാളിൻ്റേത് ചിത്രീകരിച്ചതല്ല. വാഷിങ്ടൺ DC-യിലുള്ള ബൈബിൾ മ്യൂസിയത്തിൽ അവർ SOA ലൈബ്രറിയിൽ നിന്ന് ഒഫീഷ്യലി എടുത്ത കുറച്ച് ചുരുളുകളുണ്ട്. അതിൻ്റെ ഒറിജിനൽ ഫോംസാണ് കാണിക്കുന്നത്. നിങ്ങളീ കാണുന്നത് മണ്ണുകൊണ്ടുള്ള ഒരു ജാറ. ഈ മണ്ണുകൊണ്ടുള്ള ജാറിനകത്ത്
ഏറെ ടൈറ്റായിട്ട് അത് അടച്ചിരിക്കുക. ഒരിക്കലും വായു അകത്ത് കയറുകയോ അകത്തിരിക്കുന്ന സാധനത്തിന് കേടുവരികയോ ചെയ്യാതെ ചുരുളുകൾ ഉണ്ടാക്കി അതിനകത്ത് വെച്ചിരിക്കുക. അതിലൊരു ജാറ് ഒന്ന് നിവർത്തി വെച്ചു, 2 അത് തുറന്നു വെച്ചു. അതിനകത്ത് ചുരുളുകൾ ഇരിക്കുന്നത് കാണാം. മെറ്റാലിക് തകിടുകളിൽ എഴുതി വായു കയറാത്തതുപോലെ കളിമണ്ണ് കൊണ്ടുള്ള ജാറുകൾക്കകത്താക്കി അടച്ച് കേടുവരാതെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. എന്നാൽ ഒത്തിരി കേടായി. കേടുവരാത്ത ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അടച്ച് സൂക്ഷിച്ചിരുന്നവയാണ് ചാവുകടൽ ലിഖിതങ്ങൾ. ചാവുകടൽ ലിഖിതങ്ങൾ പുറത്തെടുത്തു. യെശയ്യാവിൻ്റെ പുസ്തകം അങ്ങനെ അതിനകത്തുണ്ട്. സങ്കീർത്തനങ്ങൾ അതിനകത്തുണ്ട്. ഇതെല്ലാം ഭാവിയിൽ കേടുവരാതെ കിട്ടേണ്ടതിന്. ഇത് ഞാൻ യെരുശലേമിൽ നിന്ന് എടുത്ത ചിത്രമാണ്. പണ്ട് പോയപ്പോൾ യെരുശലേമിൽ അവരത് കൊണ്ടുപോയി അത് പുറത്തെടുത്ത് വർണ്ണമുള്ള നിറമുള്ളതായ തുണിക്കകത്ത് പാക്ക് ചെയ്ത് ദേവാലയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നതാണ്, സിനഗോഗിനോട് ചേർത്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അത് നിവർത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് എനിക്കുണ്ട്. ഇതിനകത്ത് പറയുന്നത്, ഇന്നത്തെ നമ്മുടെ സമയം കഴിഞ്ഞതുകൊണ്ട് ആ വീഴ്ചയിൽ ഒന്ന് തൊട്ടേച്ച് ഇന്നിവിടെ ഇരിക്കാൻ പോകുക. വരുന്ന ആഴ്ച ബാക്കി പോകും. ദയവ് ചെയ്ത് ഒരൊറ്റയാൾ പോലും എന്നോട് പിണങ്ങരുത്. ഞാനല്ല ഇത് ചെയ്തത്. ചാവുകടൽ ലിഖിതങ്ങൾ ഉണ്ടാക്കിയത് ഞാനല്ല. ഈ തെറ്റ് ചെയ്തത് ഞാനല്ല. അമ്മച്ചിയാണ് തുടങ്ങിയത്. പിന്നെ ഇങ്ങോട്ട് പല അമ്മച്ചിമാരും ബാക്കി ചെയ്തു. ഞാനതിന് ഉത്തരവാദിയല്ല. നമ്മളിതിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എടുത്തു പറയുവാൻ, കളങ്കം, വാട്ടം, മാലിന്യം ഇവയില്ലാത്ത പരിശുദ്ധിയുള്ള ഒരു നിർമ്മല കന്യകയായ കാന്തയെ ദൈവിക കൾച്ചറിൽ സ്വർഗത്തിൽ ലഭിക്കേണ്ടതിന്, സ്വർഗീയമായതിൻ്റെ അനുരൂപമായി നാം മാറേണ്ടതിന് ഇന്ന് പകലും എന്നെക്കൊണ്ട് കഴിയുന്നത് ചിന്തിക്കുവാൻ മാത്രമാണ് താല്പര്യപ്പെടുന്നത്. ഇതിനകത്തെ ഒരു പുസ്തകം, ദ സെക്കൻഡ് ബുക്ക് ഓഫ് ആഡം ആൻഡ് ഈവ്, ആദം ഹവ്വമാരുടെ 2ാമത്തെ പുസ്തകം എന്നൊരു പുസ്തകമാണ്. അതിൻ്റെ 20ാമത്തെ അധ്യായത്തിൻ്റെ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളുടെ സമ്മറി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഒരു കൂട്ടം പൈശാചിക ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി. ഞാനതിന് ശേഷം ഒന്ന് ഓടിച്ചങ്ങ് നിർത്തും. ഒരു കൂട്ടം പൈശാചിക ദൂതന്മാർ, വീണുപോയ ദൂതന്മാരുടെ ഒരു സംഘം ഭൂമിയിലേക്ക് ഇറങ്ങി. ആദം ഹവ്വമാരെ ദൈവം ഏൽപ്പിച്ചത് ദൈവിക കൾച്ചറിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനാണ്. പക്ഷേ അവിടെ നിന്നവരെ തള്ളിയിട്ടേച്ച് പൈശാചിക കൾച്ചർ ഈ ഭൂമിയിൽ കൊണ്ടുവരുവാൻ, ദൈവിക സംസ്കാരം ഇവിടെ നിന്നും തുടച്ചു മാറ്റി, ഞാനാണ് ഭരിക്കുന്നത്, ഞാനാണ് ലൂസിഫർ എന്ന് പറഞ്ഞ് ആ കൾച്ചറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർ ഭൂമിയിൽ കൊണ്ടുവന്നു. ഭൂമിയിൽ കൊണ്ടുവരേണ്ടതിന് അവർ ചെയ്തത്, ഒന്ന്, ഒരു കൂട്ടം ദൂതന്മാർ മനുഷ്യവേഷത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി. മനുഷ്യവേഷത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി മനുഷ്യനെ ഒരു പാട്ടുപാടി കേൾപ്പിച്ചു. യാരേത് താമസിക്കുന്ന ആ മലയുടെ മുകളിൽ ചെന്ന് ഈ പാട്ടുപാടി. യാരേതൊരു ചോദ്യം ചോദിച്ചു. ഈ പാട്ടിൻ്റെ ഉൽപ്പത്തി എവിടെ നിന്ന്, വാട്ട് ഈസ് ദ ഒറിജിൻ, മനസ്സിലാകേണ്ട ചില ചോദ്യങ്ങളാണ്. യാരേതിൻ്റെ ചോദ്യം, വാട്ട് ഈസ് ദ ഒറിജിൻ ഓഫ് ദ സോങ് ദാറ്റ് യു ആർ സിംഗിങ്. നമ്പർ 2, വാട്ട് ഈസ് ദ പർപ്പസ്, വാട്ട് ബെനിഫിറ്റ് ഐ വിൽ ഗെറ്റ്. ഞങ്ങൾ ഈ പാട്ട് പാടിയാൽ ഞങ്ങൾക്ക് എന്ത് നന്മ ഇതുകൊണ്ടുണ്ടാകും, എന്ത് ലാഭമുണ്ട്. 2, ഇതിൻ്റെ ഒറിജിൻ എവിടെ നിന്ന്. ഒരാത്മീയൻ എന്തെങ്കിലും ഒന്ന് അംഗീകരിക്കണമെങ്കിൽ ഈ 2 ചോദ്യങ്ങൾ ചോദിച്ചേ ആകാവൂ. 1, ഇത് എവിടെ തുടങ്ങി, ഒറിജിൻ എന്ത്. 2, ഇതുകൊണ്ട് എന്ത് ലാഭം. അവർ പറഞ്ഞു, ഇത് ലൂസിഫർ സ്വർഗത്തിൽ പാടിയ പാട്ടാണ്, കേട്ടാൽ ചെവികൾക്ക് വളരെ മാധുര്യമാണ്, അത്രേ ഉള്ളൂ. ലൂസിഫറിൻ്റെ പേര് കേട്ടതോടെ ആരേത് പറഞ്ഞു, ഇറങ്ങട പർവ്വതത്തെ ഇവിടെ കണ്ടേക്കരുത്, ഇവിടെ നിൻ്റെ പാട്ട് വേണ്ട. അവർ താഴ്വരയിലേക്ക് ഇറങ്ങി. ഭൂമിയിലുള്ള എല്ലാ വർഗങ്ങളുടെ ഇടയിലും ആകപ്പാടെ 6ാം തലമുറയാണ് നടക്കുന്നത്. ഈ 6 തലമുറയിലായി 1000, 10,000 ആളുകളായി. കാര്യം ആദം മരിക്കുമ്പോൾ ഭൂമിയുടെ ജനസംഖ്യ ഏറെക്കുറെ 3 ലക്ഷം ഉണ്ടായിരുന്നു. ആദം മരിക്കുമ്പോൾ ആദമിന് തന്നെ 600 ചെല്ലുവാനും മക്കളുണ്ടായിരുന്നു ചാവുകടൽ ലിഖിതപ്രകാരം. അദ്ദേഹം മരിക്കുമ്പോൾ ഭൂമിയുടെ അംഗസംഖ്യ 3 ലക്ഷത്തോളം ഉണ്ട്. ലക്ഷോപലക്ഷം ജനങ്ങൾ ഒരുമിച്ച് പാർക്കുകയാണ്, പല ട്രൈബുകളായി. ഓരോ വീടുകളിലും കയറി ലൂസിഫറിൻ്റെ ആളുകൾ പാട്ടുപാടി. ലൂസിഫറിൻ്റെ പേര് കേട്ടതോടെ കേൾക്കണ്ട എന്ന് പറഞ്ഞ് എല്ലാവരും ഓടിച്ചു. ഒരിടത്ത് എന്നാൽ എന്തു ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം. അവരുടെ അവസാനത്തെ താല്പര്യം, നമുക്ക് കായേൻ്റെ വീട്ടിൽ പോയി ഒന്ന് പാടാം. കായൻ പണ്ടേ ശപിക്കപ്പെട്ടവനാണല്ലോ. അപ്പോൾ അവൻ്റെ കൊച്ചുമക്കളും ശപിക്കപ്പെട്ടവരായിരിക്കും. അങ്ങനെ ശപിക്കപ്പെട്ട കൊച്ചുമക്കളെങ്കിലും കേൾക്കുമോ എന്ന് നോക്കാം. നമുക്ക് ഏതായാലും കുറച്ച് പേരെ കയ്യിൽ പാട്ടിലാക്കണം. പാടുകയും പാട്ടിലാക്കുകയും 2 മലയാള പദങ്ങളാണ്, വ്യത്യസ്തമാണ്. പക്ഷേ ഞാൻ അങ്ങ് ഉപയോഗിച്ചെന്ന് മാത്രം. പാടിപ്പാടി കുറച്ച് പേരെ പാട്ടിലാക്കണം. അതുകൊണ്ട് നമുക്ക് കായൻ്റെ വീട്ടിലൊന്ന് കയറാം.
കായൻ്റെ വീട്ടിൽ കയറി ഈ പാട്ടുപാടി പിള്ളേർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. പിള്ളേർ പറഞ്ഞു ഞങ്ങളെ കൂടെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പഠിപ്പിക്കാം, പക്ഷേ ഒരു കാര്യം, ഒരുപാടടുത്ത് പറ്റിയ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ ഇതിൻ്റെ ഒറിജിൻ ഞാനൊന്ന് പറയാം എവിടുന്ന് വന്നതാണെന്ന്. ഇത് ലൂസിഫർ സ്വർഗത്തിൽ പാടിയ പാട്ടാണ്, അതിമനോഹരമാണ്, നിങ്ങളെ വേണേൽ പഠിപ്പിക്കാം. കായൻ്റെ കൊച്ചുമക്കൾ പറഞ്ഞു ഒറിജിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയുകയേ വേണ്ട, അതൊരു അനാത്മീയൻ്റെ വാചകമാണ്, നമ്മുടെ ഇന്ന് വരല്ലേ, വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ ഒറിജിൻ. ഞങ്ങളുടെ കാതുകൾക്ക് ഇമ്പമായിരിക്കുന്നിടത്തോളം ഞങ്ങൾക്ക് വേണം. അങ്ങനെ ആ പാട്ട് പിള്ളേരെ പഠിപ്പിച്ചു. പിന്നെ ഒരു കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് എളുപ്പം പറഞ്ഞോട്ടെ. അന്ന് വരെ മനുഷ്യൻ താമസിച്ചിരുന്ന ഗുഹകളുടെ അകത്താണ്. മരങ്ങൾ വെട്ടി വീടുകൾ വെച്ച് താമസിക്കുവാൻ, വീടുണ്ടാക്കാൻ മനുഷ്യനെ പഠിപ്പിച്ചു. മനുഷ്യൻ അട്രാക്റ്റഡായി. തുടർന്ന് പല കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിനുശേഷം ശാസ്ത്രീയമായി കൃഷി ചെയ്യാൻ പഠിപ്പിച്ചു. കൃഷി ചെയ്തു, കൃഷി നന്നായി വിളഞ്ഞു. ഒരു വർഷത്തെ ഉപയോഗം കഴിഞ്ഞ് മിച്ചം വരുന്ന അത്രയും കോതമ്പായി. ആ വർഷത്തെ ആവശ്യത്തിനുള്ള കോതമ്പ് ആഹാരത്തിന് വേണ്ടി മാറ്റിവെച്ച ശേഷം മിച്ചം വന്ന കോതമ്പ് കൊണ്ട് ചാരായം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. ചാരായം കുടിച്ചു കഴിഞ്ഞതോടെ പിള്ളേർക്ക് അഹങ്കാരമായി. അവരുടെ സൗന്ദര്യവർദ്ധനവ് മറ്റുള്ളവരെ കാണിക്കണം എന്നൊരു തോന്നൽ പെൺകുട്ടികൾക്കുണ്ടായി. അതിനെ തുടർന്ന് അവരെ മ്യൂസിക് പഠിപ്പിച്ചു. 2 മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അവരെ പഠിപ്പിച്ചു. 3 വുഡ് കട്ടിങ് ആൻഡ് ഹൗസ് മേക്കിംഗ് അവരെ പഠിപ്പിച്ചു. അതിനുശേഷം കൈയുടെ നഖത്തേലും, എന്നോട് പിണങ്ങരുതേ, ഞാനല്ല ചെയ്തത്, കൈയുടെ നഖത്തേലും നഖങ്ങളേലും കാലിൻ്റെ നഖങ്ങളേലും കളറടിക്കാൻ പഠിപ്പിച്ചു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അതില്ല, അതിൽ നിന്ന് വ്യത്യസ്തമായി കളറടിപ്പിച്ചു. ചുണ്ടത്ത് കളറടിപ്പിച്ചു. ശരീരത്ത് പച്ച കുത്തി. മുടി ഡൈ ചെയ്തു. കൈയുടെ വെള്ളയും കാലിൻ്റെ വെള്ളയും ഡൈ ചെയ്തു. ഇത് കഴിഞ്ഞതോടെ തങ്ങൾ സൗന്ദര്യവതികൾ എന്ന് പെൺപിള്ളേർക്കൊരു ബോധ്യമായി. ചാരായം കുടിച്ച് ആടി നീക്കുക അവരെ ഡാൻസ് പഠിപ്പിച്ചു. പിള്ളേർ നന്നായി ഡാൻസ് ചെയ്തു. അതിനെ തുടർന്ന് വ്യത്യസ്ത നക്ഷത്രമണ്ഡലങ്ങളിൽ പാർക്കുന്ന വീണുപോയ ദൂതന്മാർക്ക് ഉള്ളതായ ചില ആഭരണങ്ങൾ നമ്മൾ മുമ്പേ വായിച്ചല്ലോ. പീതരത്നം, ചുവപ്പ് കല്ല്, എല്ലാവിധ രത്നങ്ങൾ കൊണ്ട് മൂടിയിരുന്നു. ആ താല്പര്യം ലൂസിഫറിനുണ്ട്. ദൈവത്തിൻ്റെ കൾച്ചറിൽ നിന്ന് മാറ്റി ലൂസിഫറിൻ്റെ കൾച്ചറിൽ കൊണ്ടുവരുവാൻ അവൻ്റെ കൾച്ചറിൽപ്പെട്ട ആഭരണങ്ങൾ അവരുടെ ശരീരത്ത് അണിയിച്ചു. ആഭരണങ്ങൾ അണിഞ്ഞ് അവർ ഡാൻസ് തുടങ്ങിയതോടെ ചില ആഭരണങ്ങൾ ശരീരത്തിൽ നിന്ന് പറഞ്ഞുപോയി. ശരീരത്തിൽ നിന്ന് ആഭരണങ്ങൾ തെറിച്ചു പോകാതിരിക്കേണ്ടതിന് മൂക്കൽ കിഴുത്തയിട്ടു, ആഭരണം ഉറപ്പിച്ചു. ചെവിയൽ കിഴുത്തയിട്ടു, ആഭരണം ഉറപ്പിച്ചു. പിശാചിന് അവൻ്റെ സംസ്കാരം നടത്തി മനുഷ്യൻ അധപ്പതനത്തിലേക്ക് വീണു. പക്ഷേ ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും മനുഷ്യന് നഷ്ടമായി. ഈ മനുഷ്യനെ ദൈവം ശിക്ഷിച്ചു. രണ്ടാമതൊരു കൂട്ടം ദൂതന്മാർ വീണ്ടും ഇറങ്ങി വന്നു. ഒരു 200ഓളം പേര് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്, ഞാൻ തൽക്കാലം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തൊരു ദിവസം ഇതിൻ്റെ ഗൗരവത്തിലൂടെ പോകാൻ പോകുന്നു. ഇത് കാണുന്നത് മുഴുവനും ചാവുകട ലിഖിതങ്ങളുടെ ഭാഗങ്ങളാണ്. ചാവുകട ലിഖിതങ്ങളിലെ പ്രധാന പുസ്തകങ്ങളിൽ നിന്ന് അവിടെയും ഇവിടെയും എഴുതിയിട്ടുള്ള ചിലതാണ്. കാലത്തിൻ്റെ പോക്കിൽ ലോകം മാറി മറിഞ്ഞു. ഹെബ്രിയേൽ, മീഖായേൽ, ഉറിയേൽ, അരിയേൽ എന്ന 4 ദൂതന്മാർ ചേർന്ന് ദൈവത്തിനൊരു കംപ്ലൈൻറ്റ് കൊടുത്തു. ദൈവമേ, അങ്ങയുടെ കോളനിയായി അങ്ങ് സൃഷ്ടിച്ച ഭൂമിയും അങ്ങയുടെ സ്വന്തമായി അങ്ങ് സൃഷ്ടിച്ച അങ്ങയുടെ വൈസ്രോയിമാരായ മനുഷ്യനും എവിടെയായിരിക്കുന്നു? രക്തപാതകം കൊണ്ട് നിറഞ്ഞു, അങ്ങ് വന്ന് നോക്കണമേ. വ്യഭിചാരം ആരംഭിച്ചു. വീണുപോയ ദൂതന്മാർ കാട്ടിലെ മൃഗങ്ങളുമായി വ്യഭിചാരം ചെയ്തു. വീണുപോയ ദൂതന്മാർ സമുദ്രത്തിലെ മത്സ്യങ്ങളുമായി വ്യഭിചാരം ചെയ്തു. മനുഷ്യനുമായി വ്യഭിചാരം ചെയ്തു. വ്യഭിചാരത്തിൻ്റെ പാപക്കറ ഭൂമിയിൽ മുഴുവനുമായി. അന്ന് യഹോവയായ ദൈവം ഇറങ്ങി വരികയും ലോകം ചേഞ്ചായി എന്ന് കാണുകയും ചെയ്തു. ദൈവം തീരുമാനിച്ചു, ഞാൻ ഈ ലോകത്തെ നശിപ്പിക്കും. ഒന്നാമത്തെ വീഴ്ചയിൽ മനുഷ്യന് നഷ്ടപ്പെട്ടത് എന്താണ്? നമ്പർ 1, ഒരു ശാപം ലഭിച്ചു. 2, ഏദൻ പറുദീസ അവന് നഷ്ടമായി. അടുത്തത് ദൈവം കൊടുത്തിരുന്ന തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടമായി. ഒരുപാട് വീഴ്ചകൾ ഒന്നാമത്തെ വീഴ്ചയിൽ മനുഷ്യനുണ്ടായി. കായൻ്റെ സന്തതി ആകെ നശിച്ചു. കായൻ്റെ സന്തതിയുടെ പുറകെ രണ്ടാമതൊരു കൂട്ടം ദൂതന്മാർ വന്നു. ആ രണ്ടാമത്തെ ദൂതന്മാർ 200ഓളം പേരുണ്ടായിരുന്നു. അവരുടെ പ്രമാണിയുടെ പേരാണ് അസസേൽ എന്ന്. അസസേലിൻ്റെ പേര് ഒറ്റ പ്രാവശ്യമേ ബൈബിളിലുള്ളൂ.
ലേവ്യ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. മഹാപാപപരിഹാര ബലിയുടെ ദിവസം അസസേലിൻ്റെ പേരിൽ ഒരു ആട്ടുകൊറ്റനെ കൊണ്ടുവന്ന് അവനെ പാളയത്തിൻ്റെ വെളിയിൽ കൊണ്ട് കളഞ്ഞേച്ച് മാത്രമേ അകത്ത് വെച്ച് വിശുദ്ധയാഗം പാടുള്ളൂ എന്നൊരു പ്രമാണം ലേവ്യ പുസ്തകത്തിൽ കൊടുത്തു. അവിടെ മാത്രമേ ഉള്ളൂ. അസസേലിൻ്റെ നേതൃത്വത്തിൽ വന്നവർ ഈ പെൺകുട്ടികളെ വല്ലാതെയാക്കി. അവർ ഡാൻസ് ചെയ്ത് വാച്ചേഴ്സ് എന്ന പേരിൽ ഭൂമിയുടെ കാവലിന് വേണ്ടി ദൈവമാക്കിയിരുന്ന ദൂതന്മാരെ ഭൂമിയിലേക്ക് ആകർഷിക്കുകയും, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം പറയുന്നത് പോലെ അവർ തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുക്കുകയും ഒരു ക്രമം കെട്ട ജീവിതത്തിലേക്ക് ഭൂമി അധപ്പതിക്കുകയും ചെയ്തു. ദൈവം ഏറ്റവും വെറുക്കുന്ന പാപങ്ങളിൽ ഒന്നാണ് ലൈംഗികമോ അതിൻ്റെ ഭാഗങ്ങളോ ആയ പാപങ്ങൾ. അതിലേക്ക് ലോകത്തെ കൊണ്ടുവരികയും വീഴിക്കുകയും ചെയ്തു. മനുഷ്യൻ്റെ ഒന്നാമത്തെ വീഴ്ച അവിടം കൊണ്ട് സംഭവിച്ചു. ദൈവം അവിടെ നിന്ന് നോഹയെ വേർതിരിച്ചു. ഞാൻ ആ ഭാഗം മുതൽ വരുന്ന ആഴ്ച എടുക്കും. പക്ഷെ നോഹയുടെ കാലത്തെ വീഴ്ച കൊണ്ട് സംഭവിച്ചത് 900-800 വർഷങ്ങൾ പ്രായമുണ്ടായിരുന്നതായ മനുഷ്യൻ പ്രായം ദൈവം വെട്ടിക്കുറച്ചു. 120 വരെ പോയാൽ മതി എന്ന് പറഞ്ഞു. ദൈവം മനുഷ്യൻ്റെ കാലം 120 വർഷമെന്നാക്കി. അത്രയും പോലും ഇന്ന് നമുക്കില്ല. അവിടെ നിന്നൊക്കെ ഒത്തിരിയായി. ഏറെയായാൽ 80 എന്ന കാലഘട്ടത്തിലേക്ക് മാറി. 100-നോടടുത്ത് പ്രായമുള്ള മനുഷ്യർ ലിമിറ്റ് ചെയ്യപ്പെട്ടു. ആയുസ് കുറഞ്ഞത് 2ാമത്തെ വീഴ്ചയെ തുടർന്നാണ്. 3ാമത്തെ വീഴ്ചയായിരുന്നു ഏറ്റവും ഭയങ്കരം. ദൈവം ജാതികൾക്ക് മനുഷ്യനെ പകുത്തു കൊടുത്തത്. അവിടെ നിന്നാണ് യേശു തിരിച്ച് ഉദ്ധരിക്കുന്നത്. ആ ഭാഗങ്ങളിലേക്ക് കർത്താവ് അനുവദിക്കുന്നെങ്കിൽ വരുന്ന ആഴ്ച വരാം. ദയവായി എല്ലാവരും വരുന്ന ആഴ്ച വരണം. എല്ലാവരും വരുന്ന ആഴ്ച ശ്രദ്ധിക്കണം. ഞാൻ ചെയ്ത കാര്യം അല്ലി പറഞ്ഞത്, നിങ്ങളും ചെയ്ത കാര്യമല്ല. നമ്മളെ അറിയാതെ സാത്താൻ കൊണ്ട് ഇട്ടതാണ്. അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവമാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ ദൈവം ചില വൻ വിടുതലുകളിലൂടെ ചെയ്യുവാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവം രോഗികളെ സൗഖ്യമാക്കുവാൻ ചില വിടുതലുകൾ നമുക്ക് കൽപ്പിച്ചു തരുവാൻ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. ദൈവമാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ.